ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാനായി കടന്നു വന്നിരിക്കുന്നത് അസീനയാണ്. ആ പ്രിയ പൈതൻ്റെ ശാരീരികമായ അല്പം ബുദ്ധിമുട്ടുള്ളതായ ഒരു പ്രിയ സഹോദരിയാണ്. ആ പ്രിയ സഹോദരി തന്നെ തൻ്റെ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പ്രിയ ദൈവദാസിയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ അനുഭവങ്ങളെ വിവരിക്കുന്നതിനായി ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ് അസീന. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നുവോ? കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ. മോനും പാസ്റ്ററും എല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ, ഇല്ലയോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം ഈ പകൽക്കാലം ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. പ്രിയ അസീനായുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. കർത്താവേ, പ്രിയ പൈതൻ്റെ എല്ലാ ശാരീരാവസ്ഥകളെയും ദൈവം അറിയുന്നു. കടന്നു പോകുന്ന വഴികളെയൊക്കെ കർത്താവ് അറിയുന്നല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമാറാകണമേ. നിന്റെ സാന്നിധ്യത്തിനുള്ളിലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവില കർത്താവേ, ഹല്ലേലൂയ, ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. അസീന ജീവിതാനുഭവങ്ങളെ പ്രേക്ഷകരുടെ ആത്മീക അനുഗ്രഹത്തിനും അറിവിനും വേണ്ടി ഷെയർ ചെയ്താട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വിയോടൊപ്പം ചേർന്ന് എനിക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഭവത്തെ എന്നെ ശ്രവിക്കുന്നവരോടൊപ്പം അവരുടെ ഒരു ആത്മീക വർധനവിന് വേണ്ടിയും അതുപോലെ ജീവിക്കുന്നൊരു ദൈവം ഉണ്ട് എന്ന് എനിക്ക് വിളിച്ചു പറയുവാനും തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ആൻറ്റിയൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എൻ്റെ പേര് അസീന റോയി എന്നാണ്. ഞാൻ കോവളം, തിരുവനന്തപുരത്ത് കോവളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോ നന്മകളെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഞാനൊന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്. നിങ്ങളോടൊപ്പം എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഈ അവസരം കിട്ടിയത് തന്നെ ദൈവം എന്നോട് ചെയ്ത വലിയൊരു സ്നേഹവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജനിച്ച് വളർക്കപ്പെട്ടതൊരു മുസ്ലിം കുടുംബത്തിലാണ്. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോഴേക്കും നല്ലൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. ആ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഖുർആൻ ഓതുകയും നമസ്കരിക്കുകയും ഇസ്ലാമിൻ്റെതായ എല്ലാ രീതികളിൽ കൂടി കടന്നു പോകുന്ന ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പം ഞാൻ ജനിക്കുന്ന സമയത്ത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളില്ലാത്ത നോർമലായിട്ടൊരു ബേബി ആയിട്ടാണ് ഞാൻ ജനിച്ചത്. പക്ഷേ 2 വയസ്സ് ആകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ ദൈവം മാറ്റിമറിച്ചു. ആ സമയം മുതലാണ് ദൈവം എന്നെ കണ്ടു എന്നതിൻ്റെ തെളിവ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 2 വയസ്സിൽ എനിക്ക് ചെറിയൊരു ശ്വാസമുട്ടും അതുപോലെ പനി അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അപ്പോഴേക്കും എൻ്റെ വീട്ടുകാർ എല്ലാവരെ പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. കൊണ്ടുപോയപ്പോഴേക്കും ഡോക്ടർ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും വേണ്ട, ആ ഇഞ്ചക്ഷൻ എടുക്കണ്ട എന്ന് പറയാനുള്ളൊരു അറിവ് അല്ലെങ്കിൽ അങ്ങനെ പറയാനൊരു സാഹചര്യം അവർക്കുണ്ടായില്ല. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചത് ഞാൻ മൊത്തത്തിൽ അങ്ങ് പാരലൈസ്ഡ് ആയിപ്പോയി. ഞാൻ കിടപ്പിലായി. എൻ്റെ കണ്ണുകൾ മാത്രം എനിക്ക് ചലിപ്പിക്കാൻ പറ്റുമെന്നല്ലാതെ എനിക്ക് എൻ്റെ ബോഡി ചലിപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ട് മാറി. അപ്പോഴേക്കും ഭയങ്കര ടെൻഷനും വീട്ടുകാർക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി. കുഞ്ഞിനിങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ ഒരുപാട് വൈദ്യ ചികിത്സയൊക്കെ ചെയ്യാനിടയായി. ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ കാലഘട്ടത്തിൽ ഇതുപോലെ പോളിയോ വാക്സിൻ എടുത്തിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള അനേകം കുട്ടികൾക്ക് ഇതുപോലെ അംഗവൈകല്യം സംഭവിക്കാനിടയായിട്ടുണ്ട്. പലർക്കും പല രീതിയിലാണ്, കൈക്കോ കാലിനോ ഒക്കെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ മൊത്തത്തിൽ അങ്ങ് തളർന്നു പോയി. അപ്പോൾ എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ ദൈവം എന്നോട് കാണിച്ചൊരു സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ മകൾ ഇങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു കട്ടിൽ ഒതുങ്ങി തീരേണ്ടവളല്ല എന്ന് ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മൾ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ നമ്മളെ കണ്ടു തുടങ്ങുന്ന ഒറ്റ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവാണ്. അപ്പോൾ ദൈവം എന്നെ എഴുന്നേറ്റിരിക്കണമെന്നൊരു സാഹചര്യത്തിലോട്ട് എന്നെ കൊണ്ടെത്തിച്ചു. ഒരുപാട് ചികിത്സിച്ചുവെങ്കിലും മാറ്റം ഒന്നും സംഭവിച്ചില്ല. ഞാനിങ്ങനെ ചുവരിലൊക്കെ ചാരിയിരിക്കുമ്പോൾ
പോകുമ്പോൾ ചുവരിൽ കൂടി ഇങ്ങനെ ചരിഞ്ഞങ്ങ് വീണു പോകും. ഒരു താങ്ങില്ലാണ്ട് അല്ലെങ്കിൽ ഒന്ന് പിടിക്കാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇരിക്കാനൊക്കെ ശീലിച്ചു. അപ്പോൾ ഇരുന്ന് ഞാൻ തന്നെ ട്രൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ നട്ടലിന് നല്ലൊരു വളവുണ്ട്. എൻ്റെ നട്ടൽ സ്റ്റേബിൾ അല്ലായിരുന്നു. അപ്പം ഇരുന്ന് നട്ടലിന് നല്ല വളവുണ്ട്. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ പോയി. അപ്പോൾ എന്നെ സ്കൂളിൽ ചേർക്കേണ്ട സമയമായി. അപ്പൊ ഞാൻ മെല്ലെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ 6 മാസത്തിലായി കുഞ്ഞുങ്ങൾ എഴഞ്ഞു നടക്കുന്ന പോലെ ഞാൻ മൂവ് ചെയ്തിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഞാൻ ശീലിച്ചു. അതിനൊക്കെ ദൈവം ഒരു കൃപ തന്നതാണ്. ഒന്നും എൻ്റെ ബുദ്ധി കൊണ്ടല്ല. ആ ബുദ്ധി തന്നതൊക്കെ ദൈവമാണ്. അങ്ങനെ സ്കൂളിലേക്ക് ചേർക്കാൻ കൊണ്ടുപോകുന്ന സമയം ഒരുപാട് സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ എടുത്തു. പക്ഷെ ഒരു സ്കൂളിലും എനിക്കിങ്ങനെ അഡ്മിഷൻ കിട്ടുന്നില്ല. അംഗവൈകല്യം സംഭവിച്ച കുഞ്ഞുങ്ങളെ പ്രത്യേകം ഒരു സ്കൂളുണ്ടല്ലോ ഇങ്ങനെ വയ്യാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവിടെ അല്ലാണ്ട് വേറൊരു സ്കൂളിലോട്ട് ചേർത്ത് പഠിപ്പിക്കണമെന്ന് എൻ്റെ വീട്ടുകാർ ആഗ്രഹിച്ചു. അവിടോട്ട് കൊണ്ടുപോയി. ഒരിടത്തും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള ഒരു കാത്തലിക് സ്കൂളുണ്ട്. ആ സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി. എനിക്കും പഠിക്കാനൊക്കെ പോവാമല്ലോ. അങ്ങനെ ആദ്യമൊക്കെ എൻ്റെ ഉമ്മ തന്നെയാണ് എന്നെ സ്കൂളിലോട്ട് എടുത്തോണ്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് സ്കൂൾ വരെ എന്നെ എടുത്തോണ്ട് പോകും. എൻ്റെ വാപ്പ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യമൊന്നും നടക്കില്ല. അപ്പോൾ ഉമ്മയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വളരെ സന്തോഷമായി. പഠിക്കാൻ ഒരു ആവേശമൊക്കെ തോന്നി. ആ സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശു എന്നൊരു പേര് ഞാൻ കേൾക്കുന്നത്. അതൊരു കാത്തലിക് സ്കൂൾ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും അസംബ്ലി ഒക്കെ ഉള്ള ഒരു സ്കൂളാണ്. അപ്പോൾ എല്ലാ ദിവസവും എന്താ പറയുക, ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടോട് കൂടിയാണ് ഞങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങുന്നത്. മെല്ലെ മെല്ലെ എനിക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് അസംബ്ലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ക്ലാസ്സിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് കേൾക്കാൻ പറ്റും. ഞാൻ കൂടെ ആ പാട്ടൊക്കെ പാടുമായിരുന്നു. ഇങ്ങനെ കേൾക്കാനൊക്കെ ഇഷ്ടമായി. അങ്ങനെ അപ്പോൾ യേശു എന്നൊരു ഇഷ്ടം എൻ്റെ ഹൃദയത്തിൽ തോന്നി അവിടെ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യും. ദൈവവചനം പഠിപ്പിക്കാനൊക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് പഠിപ്പിക്കും. അതുപോലെ പ്രാർത്ഥനയൊക്കെ ഉള്ള സമയത്തും ഞങ്ങൾ മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് കണ്ണടച്ച് ഇപ്പോൾ യേശുവിനെ പ്രാർത്ഥിക്കേണ്ട. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും. അവിടെ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി അതൊന്നും പ്രാർത്ഥിക്കരുത്, അതൊക്കെ തെറ്റാണ്, നമുക്ക് വിലക്കാണ് എന്നൊക്കെ, പാപമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. എങ്കിലും ഈ പാട്ട് ഞാൻ ആരും കാണാതെ, എൻ്റെ കൂട്ടുകാരികളും ബന്ധുക്കളൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ കാണുമല്ലോ, അവരൊന്നും കാണാതെ ഈ പാട്ടൊക്കെ പാടാനും, അതുപോലെ തന്നെ ഈ സെമിനാർ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ വെച്ചിട്ടല്ല, ഇച്ചിരി ദൂരോട്ട് വെച്ചിട്ട്, അതായത് ആ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓട്ടോയിൽ പോകുമ്പോഴും എൻ്റെ ഉമ്മ കൊണ്ടാക്കുമ്പോൾ ക്ലാസ് റൂമിൽ കൊണ്ടാക്കും. പിന്നെ എന്നെ ഓട്ടോയിൽ പറഞ്ഞു വിടും. ഓട്ടോയിൽ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഗേറ്റ് കഴിഞ്ഞിട്ട് ഒരു മരം അവിടെയുണ്ട്, ഒരു വലിയൊരു മരം. അതിൻ്റെ ചുവട് വരെ മാത്രമേ ഓട്ടോയ്ക്ക് അലൗഡ് ഉള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങ് പോകണം. അപ്പോൾ ഈ ഓട്ടോ അവിടെ കൊണ്ട് ഇറക്കി വിടും. അപ്പോൾ എൻ്റെ ബാഗ് എടുക്കാൻ വരുന്ന വഴിയിൽ ഏതെങ്കിലും കുട്ടികൾ ബാഗ് കൊണ്ട് സ്കൂളിൽ വെച്ച് തരും, ക്ലാസ്സിൽ വെച്ച് തരും. അപ്പം ഞാൻ ഈ അവർ കല്ലൊക്കെ ആയിരിക്കും, മരത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു ചില്ലകളൊക്കെ ഇങ്ങനെ വീണ്, ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ അതിൽ കൂടിയൊക്കെ ഇങ്ങനെ ചവിട്ടിയിട്ട ക്ലാസ്സിൽ പോകുന്നത്. അതായത് പോകുന്ന ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. മഴയെങ്ങാനും ആണെങ്കിൽ ആ ദേഹമൊക്കെ ആകെ ചെളിയൊക്കെ പറ്റി വസ്ത്രമൊക്കെ നനഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഈ സെമിനാർ കണ്ടക്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ആ സെമിനാറിൽ പങ്കെടുക്കണം, ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള ഈ മുസ്ലിം കുട്ടികളുണ്ടല്ലോ, അവരെയൊക്കെ പറ്റിച്ചിട്ട് ഞാൻ ആരും കാണാണ്ട് ഇങ്ങനെ പോകും സെമിനാറിന്. മറ്റു കുട്ടികൾ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോകും. 3 ദിവസത്തെ സെമിനാറൊക്കെ പോയി അറ്റൻഡ് ചെയ്യും. ഭയങ്കര സന്തോഷവും വേറൊരു ലോകത്താണെന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷെ അപ്പോഴും എന്താണ് സത്യം, ഇത് സത്യമാണോ, ഇത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടം അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ ഈ ഉണ്ണിയേശുവിൻ്റെ പടമൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ണിയേശുവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയാഞ്ഞിട്ട് പോലും 1 രൂപ കോയിനൊക്കെ വെച്ച് ഇങ്ങനെ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ കഴിഞ്ഞു. ഞാനെടുത്ത് +2 ജോയിൻ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ +2 ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ആ സ്കൂളിൽ വളരെ ലേറ്റായിട്ടാണ്, ഞാൻ ഒരുപാട് സ്കൂളിൽ അഡ്മിഷൻ എടുത്തെങ്കിലും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ചെല്ലാം. അവിടെ ആയിരിക്കും എനിക്ക് പോയി വരാൻ എളുപ്പമെന്ന് വിചാരിച്ച് എന്നെ അടുത്തൊരു സ്കൂളിൽ ചേർക്കുന്നു. അപ്പോൾ അവിടെ ക്ലാസ്സൊക്കെ തുടങ്ങി കുറച്ച് സമയമൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി അവിടെ. അദ്ദേഹത്തിൻ്റെ പേര് റോയി എന്നാണ്. അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. പക്ഷെ എനിക്കറിയില്ല അദ്ദേഹം വിശ്വാസിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി. ഞങ്ങൾ വളരെ ഫാമിലിയിലും വളരെ അടുത്ത ആൾക്കാരായി. എൻ്റെ വീട്ടുകാർക്കും അദ്ദേഹത്തോട് വളരെ സ്നേഹമാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അതുപോലെ വളരെ സ്നേഹമൊക്കെ തോന്നി. അങ്ങനെ പക്ഷേ എനിക്ക് പിന്നീട് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അന്ന് കണ്ട സമയം മുതൽ ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു നിയോഗം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹമാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് റോയ് സാമുവൽ എന്നാണ്. അദ്ദേഹം സുവിശേഷ വേലയിൽ തന്നെയാണ്. അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഒരുമിച്ചൊരു ജീവിതം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് കാണിച്ച വലിയൊരു കരുണയാണ്. അത് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടല്ലോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടോ ഒന്നുമല്ല. അതൊക്കെ ഒരു അത്ഭുതമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട സമയം മുതൽ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ വൈകല്യം സംഭവിച്ച കാലുകൾക്ക് ദൈവം ബലം നൽകണം, എഴുന്നേറ്റ് നടക്കുവാൻ ഒരു ശക്തി ഈ കൊച്ചിന് നൽകണം എന്ന് പറഞ്ഞ് ഒരു കൂട്ടുകാരി എന്ന നിലയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ +2 ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലോട്ട് പോയി. അദ്ദേഹം മിഷണറിയാണ്. കേരളത്തിൻ്റെ അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം പറയുവാനും 300-ൽ പരം കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പഠിപ്പിക്കാനും അവരുടെ ആത്മീക പിതാവായി നിൽക്കുവാനൊക്കെ ദൈവം ഭാഗ്യം നൽകിയ നല്ലൊരു അഭിഷിക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേലയുമായിട്ട് ഒറീസ, ഉത്തർപ്രദേശ് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. ഞാൻ ആ സമയത്ത് +2 കഴിഞ്ഞു. എൻ്റെ കോളേജ് ലൈഫിലോട്ട് ഞാൻ കയറുന്നു. വളരെ സന്തോഷമുള്ള ജീവിതം, വളരെ നല്ല പാരൻസിനെ ദൈവം എനിക്ക് തന്നു. ഒരു തരത്തിലും വിഷമിപ്പിക്കാത്ത പാരൻസിനെ എനിക്ക് തന്നു. അങ്ങനെ ആയിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഇല്ലല്ലോ. അപ്പോൾ യേശു എന്നൊരു ആ ഒരു പേര്, ആ ഒരു യേശുവിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്നങ്ങ് മാറിപ്പോയി. വളരെ സേഫായിട്ടൊരു കാര്യം നടന്നു. പക്ഷെ എൻ്റെ ജീവിതം വളർന്നു പോകുന്നതിനനുസരിച്ച് എൻ്റെ പ്രായം കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അടുത്ത് വെല്ലുവിളി വരാൻ തുടങ്ങിയത് എൻ്റെ ഭാവി, എൻ്റെ വിവാഹം എന്താകും, ഈ കൊച്ചിനൊരു വിവാഹ ജീവിതം വേണ്ടേ എന്നൊരു ചർച്ച പലയിടത്തുനിന്നും വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെ വീട്ടുകാർ മുസ്ലിംസ് ആണ്, മുസ്ലിം വിശ്വാസത്തിലാണെങ്കിലും അവർ ഈ കാര്യം വിഷമമൊക്കെ വരുമ്പോൾ ഉസ്താദുമാരുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഓതുന്നു, നൂലൊക്കെ ഓതി കെട്ടുന്നു. അതുപോലെ തന്നെ ഈ ഹൈന്ദവ ആരാധനകളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇഷ്ടമൊക്കെയാണ്. അങ്ങനെയൊക്കെ പോവാറുണ്ട് വിഷമഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ എൻ്റെ വിവാഹം നടക്കണം എന്ന് ചിന്തിച്ചിട്ട് ഇവരനേകം ഉസ്താദുമാരുടെ അടുത്തൊക്കെ ചെന്ന് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയാണ്, ഒരു വിവാഹ ജീവിതമില്ല, എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരോട് അവർ പറയും, കുഴപ്പമില്ല, ഞങ്ങൾ ഇന്ന പൂജ ചെയ്യാം, ഞങ്ങളിങ്ങനെ ഓതിയിട്ട് നൂല് കെട്ടിത്തരാം, ഇച്ചിരി പൈസ ആവത്തുള്ളൂ, അത് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി, കൊച്ചിന് വിവാഹം നടക്കും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്താകും വിവാഹം. അപ്പോൾ എല്ലാവരും പറഞ്ഞു വിവാഹം നടക്കും, ഇന്ന പൂജ ചെയ്താൽ മതി, വിവാഹം നടക്കും, ഇന്നത് ചെയ്താൽ മതി, വിവാഹം നടക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളായി. അങ്ങനെ അവസാനം ഒരു ദിവസം എനിക്കൊരു അനിയനുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ കൈ നോക്കി ലക്ഷണമൊക്കെ പറയുന്ന പോലത്തെ ഒരാൾ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അവരെന്നെ കണ്ടിട്ട്, അപ്പോൾ എൻ്റെ വിവാഹത്തിനെ കുറിച്ച് വീണ്ടും സംസാരം വരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുട്ടിക്ക് വിവാഹം നടക്കില്ല, ഈ കുട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശാപമാണെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാരുടെ ഏറ്റവും വലിയ ശാപം ഞാനാണ്. അത് മാത്രമല്ല, ഞാൻ ആ വീട്ടിലുള്ളിടത്തോളം കാലം എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല, എൻ്റെ സഹോദരനൊരു ജീവിതം ഉണ്ടാവില്ല, ഞാൻ കാരണം അവൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും എന്ന് പറഞ്ഞൊരു നിമിഷമാണ് എൻ്റെ ജീവിതത്തിനെ കുറിച്ച് എനിക്കൊരു ഭയം തോന്നി തുടങ്ങിയത്. അപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് തകർന്നു പോയി. ദൈവമേ, ഞാൻ കാരണമാണല്ലോ എൻ്റെ അനിയൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്. അന്ന് മുതൽ ഞാൻ തകർച്ചയിലാണ്. എനിക്ക് പിന്നെ ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ്, ഞാൻ പറയുന്നിടത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എപ്പോഴും BP-യുടെ പ്രശ്നം തോന്നുന്നു. ഞാൻ BP പേഷ്യൻ്റായി. ചെറുപ്രായത്തിൽ തന്നെ BP ടാബ്ലറ്റ് കഴിക്കുന്ന BP പേഷ്യൻ്റായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി നടക്കുന്നു. രാവിലെ പോകുന്നു, ഡ്രിപ്പ് ഇടുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയുള്ള സാഹചര്യം എൻ്റെ ജീവിതത്തിൽ. ആ അവസ്ഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ വാപ്പാടെ ഉമ്മ, അതായത് എൻ്റെ ഗ്രാൻഡ് മദർ, ഞങ്ങൾ വളരെ അടുപ്പമുള്ളവരായി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലും എൻ്റെ വീട്ടുകാർ പുറത്തേക്ക് ആവശ്യങ്ങൾക്ക് പോകുന്ന സമയത്തൊക്കെ എനിക്ക് വളരെ സഹായമായിട്ട് എന്നെ വളരെ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ ഗ്രാൻഡ് മദർ. അപ്പോൾ ഞങ്ങൾ അത്രയും അടുപ്പമുള്ളവരാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ എൻ്റെ വാപ്പുമ്മയുടെ മരണം സംഭവിച്ചു. അപ്പോൾ അതും എനിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മതി, ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊരു സ്റ്റേജിലോട്ട് ഞാൻ എത്തി. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു, ദൈവം ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കണമെന്ന് ദൈവം കൽപ്പിച്ച് ദൈവം ഒരു ജീവൻ കൊടുത്ത് നിർത്തുമ്പോൾ ആ ജീവന് കാലാവധി വെക്കുവാൻ മനുഷ്യരായി നമുക്ക് ഒരു അവകാശമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിന് ഞാനൊരു അവധി വെച്ചു. ഇന്ന ദിവസം ഞാൻ മരിക്കണം, ഞാൻ കാരണം എൻ്റെ അനിയൻ്റെ ജീവിതം തകരാൻ പാടില്ല, എന്നെ വളരെ സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങളാണ് അവർ, ഞാൻ കാരണം കരയാൻ പാടില്ല. അപ്പോൾ ഞാനൊന്ന് മരിച്ചു പോയാൽ അവർക്ക് കുറച്ച് ദിവസം വിഷമിച്ചാലും പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാകില്ല ഞാൻ എന്ന് തീരുമാനിച്ച് ഞാൻ ആകെ വിഷമിച്ച് മരിക്കണം. എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ ആ റൂം അടച്ചിരുന്ന് കരയാറുണ്ട്. എനിക്കെപ്പോഴും ഞാനിപ്പോൾ മുസ്ലിം വിശ്വാസത്തിലാണെങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും, പടച്ചവനെ
എന്നെ സൃഷ്ടിച്ചവൻ ആരാണോ അങ്ങനെ പടച്ചവനെ എന്ന് വിളിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നതും ഓതുന്നതും അങ്ങനെയെങ്കിൽ എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ച് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എനിക്കൊരു ആശ്വാസം കണ്ടെത്താൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ശരി ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ എങ്ങനെ മരിക്കണം എന്ന് വരെ ചിന്തിച്ചു. ഞാൻ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ച് മരിക്കണോ, അങ്ങനെ പല പല ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വന്നു. മനസ്സ് ഒരിടത്തും സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കുറച്ച് 2-3 ആഴ്ചകളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് റോയിച്ചൻ മിഷണറിയുടെ ആവശ്യമൊക്കെ ആയിട്ട് മിനിസ്ട്രി ഒക്കെ ആയിട്ട് ഉത്തർപ്രദേശിലായിരുന്നു. അദ്ദേഹം നാട്ടിലേക്ക് വരുവാനിടയായി. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്കൊന്ന് വരുവാനിടയായി. അപ്പോഴേക്കും കൂട്ടുകാരിയുടെ ഭവനത്തിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും സുഖവിവരങ്ങൾ ചോദിക്കാൻ എന്ന വണ്ണം എന്നെ വിളിച്ചു. എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. ചോദിച്ച സമയത്താണ് വാപ്പുമ്മ മരിച്ച കാര്യങ്ങളൊക്കെ അറിയുന്നു. എൻ്റെ ഭാവിയെക്കുറിച്ചും എൻ്റെ നിരാശ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എനിക്കില്ല, ഞാൻ ആകെ തളർന്നു പോയിരിക്കുന്നു, എനിക്ക് മരിച്ചാൽ മതി, ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നൊരു നിരാശയിലാണ് ഞാൻ കിടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ദിവസം എന്നോട് സംസാരിച്ച് ഫോൺ വെച്ചു. പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഒരുപാട് എന്നെ പറഞ്ഞു നോക്കി, ഇങ്ങനെയല്ല, ഇനിയും ഉണ്ട് ജീവിതത്തിൽ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്, ഇതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, വിഷമം തോന്നരുത്, ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യേശു എന്നൊരു ദൈവമുണ്ട്, ഒന്ന് വിശ്വസിച്ച് നോക്ക്, പ്രശ്നങ്ങൾക്ക് ഭയങ്കരമായ മാറ്റം വരും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായ ദേഷ്യമാണ് തോന്നിയത്. കാരണം ഞാൻ ഇത്രയും വീട്ടില് ഖുർആൻ ഓതുന്നു, ഞാൻ എല്ലാ ആത്മീയതയിലും നിൽക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് കിട്ടാത്ത എന്ത് സമാധാനമാണ് യേശു എനിക്ക് തരാൻ പോകുന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരിക്കലും അത് നടക്കില്ല, യേശു എന്നൊരു ദൈവമൊന്നും ഇല്ല. ഇപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഏത് മതമാണെങ്കിലും അവരെ സഹായിക്കാൻ ദൈവം ഒരു പദ്ധതി ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പദ്ധതി ഇല്ല. ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. ഇനിയും വീട്ടുകാർക്കോ അല്ലെങ്കിൽ എന്നെ കാണുന്നവർക്കൊരു സഹതാപമായിട്ടോ അല്ലെങ്കിൽ ഒരു ബാധ്യതയായിട്ടോ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തർക്കിക്കുക. അപ്പോഴും അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, മനസ്സുണ്ടെങ്കിൽ എന്നൊരു വാക്ക് എടുത്തു പറഞ്ഞു. മനസ്സുണ്ടെങ്കിൽ നീ വിശ്വസിക്ക്, ജീവിതത്തിൽ മാറ്റം വരും, സമാധാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ ഭയങ്കരമായിട്ട് തർക്കിച്ചു. ഈ പറയുമ്പോഴൊക്കെ യേശുവിനെ കുറ്റം പറയുന്ന ആളാണ് ഞാൻ. യേശു എന്നൊരു ദൈവമേ ഇല്ല, ഇതൊക്കെ വെറുതെ വിഡ്ഢിത്തമാണെന്നൊക്കെ പറഞ്ഞു നടന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ കൊറോണയൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാം അടച്ചു പൂട്ടുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ സൂം എന്ന പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ വാട്സപ്പിനകത്ത് സംവാദ ഗ്രൂപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു വാട്സപ്പിനകത്ത് തന്നെ ഒരു ഗ്രൂപ്പിനകത്ത് എന്നെ ആഡ് ചെയ്തു. ആ ഗ്രൂപ്പിനകത്ത് ഇസ്ലാം അതുപോലെ തന്നെ ക്രൈസ്തവർ ചേർന്നിട്ട് സംവാദം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. അതിലൊക്കെ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ ഞാൻ യേശുവിനെ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞ ഒരാളാണ്. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഭയങ്കരമായി ദൈവത്തെ കുറ്റം പറഞ്ഞ് നടന്ന ആളാണ്. ഇങ്ങനെ ഒരു ദൈവമില്ല, ഇസ്ലാമാണ് ഏറ്റവും മികച്ചത് എന്ന് ഞാൻ പറഞ്ഞ് നടന്നിരുന്ന ഞാനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും പിന്നീട് വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ റൂമിനകത്ത് രാത്രി ഇങ്ങനെ റൂമൊക്കെ അടച്ച് ഞാൻ കിടക്കാൻ പോകുന്ന ആ സമയം എനിക്ക് ഉറക്കമില്ല. എത്രയോ ദിവസങ്ങളായി ഞാൻ രാത്രിയും പകലും ഉറങ്ങിയിട്ട്. ഞാൻ ഇങ്ങനെ BP കൂടി വരുന്നു, ഇഞ്ചക്ഷൻ എടുക്കുന്നു, ഡ്രിപ്പ് ഇടുന്നു, അതാണ് എൻ്റെ സിറ്റുവേഷൻ. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, യേശു എന്നൊരു ദൈവം ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് യേശു എന്നൊരു ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുമോ എന്ന് ഞാൻ ചോദിക്കുക. പക്ഷെ ഞാൻ ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വേദന കേൾക്കാൻ എന്നെ അറിയുന്ന എൻ്റെ അപ്പനെ പോലെ, എൻ്റെ അമ്മയെ പോലെ, എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അടുത്തിരുന്ന് എന്നെ തലോടുന്നൊരു സ്നേഹം ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാന്നിധ്യം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായൊരു മാറ്റം എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിനകത്തൊക്കെ ഒരു മാറ്റം എനിക്ക് തോന്നി. ഞാനപ്പോൾ കുറേ കാര്യങ്ങൾ വളരെയധികം കരഞ്ഞുകൊണ്ട് നിരാശയോടെ എൻ്റെ കണ്ണുകൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ഞാൻ കരഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വളരെയധികം റിലാക്സേഷൻ ഉണ്ട്, എനിക്കൊരു സമാധാനം കിട്ടി. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിപ്പോയി. എത്രയോ ദിവസങ്ങൾ ഞാൻ സുഖമായി ഉറങ്ങാതെ കരഞ്ഞും കലങ്ങിയും ഉറങ്ങാൻ കഴിയാതെ ഞാൻ ഗുളിക കഴിക്കുന്ന സമയം വരെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരു ഗുളികയുടെ സഹായം ഇല്ലാതെ ആരും എന്നോട് ഒരു സമാധാന വാക്ക് പറയാൻ ഞാൻ സമാധാനമായി ഉറങ്ങി.
ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലെ എൻ്റെ നാവിൻ്റെ തുമ്പിൽ വരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ദൈവം, യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിച്ചാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു മിറാക്കിൾ പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരത്തിന് മാറ്റം തോന്നി. എൻ്റെ കാലിൻ്റെ ബലഹീനതകളൊക്കെ ഞാൻ മറന്നുപോയി. എൻ്റെ മനസ്സിൻ്റെ ബലഹീനതകൾ ഞാൻ മറന്നു. അതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഉറങ്ങാൻ കഴിയാതെ കഷ്ടതയിൽ കിടന്ന് സങ്കടപ്പെട്ടിരുന്നവളാണല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഒന്നുമില്ല. ഞാൻ ഭയങ്കരമായി മാറി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി എനിക്കുണ്ട്, എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ശക്തി ഉണ്ട്. ഞാൻ വീണ്ടും എല്ലാ ദിവസങ്ങളും രാത്രി സമയങ്ങൾ, എൻ്റെ വീട്ടിൽ ഇങ്ങനെ യേശുവിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല, അവര് ഭയങ്കരമായ ഈ ഇസ്ലാമിൽ നിൽക്കുന്നവരാ. അപ്പൊ ഞാൻ ഈ റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലാണ് യേശുവിനോട് സംസാരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഇല്ല, എനിക്ക് ദൈവവചനം അറിയില്ല, എനിക്ക് പ്രാർത്ഥിപ്പാൻ അറിയില്ല, ഒന്നും എനിക്കറിയില്ല. റോയിച്ചൻ ഇടയ്ക്ക് എന്നെ ഫോൺ വിളിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകളല്ലാതെ എൻ്റെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് ഒന്നുമില്ല. പക്ഷേ പ്രാർത്ഥിപ്പാൻ, അതായത് എൻ്റെ മനസ്സിനകത്തുള്ള വേദന എൻ്റെ സ്വന്തം അപ്പനോട് എന്ന പോലെ പറയാൻ ഒരു സാഹചര്യം എനിക്ക് കിട്ടി. എൻ്റെ അടുത്തിരുന്ന് എന്നെ സമാധാനിപ്പിക്കുന്ന ആ ഒരു സ്പർശനം, സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ പോകുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഭാരമൊക്കെ ഞാൻ മറന്നു. എനിക്കൊരു ഭാവി ഇല്ലല്ലോ എന്നൊരു വിഷമം ഞാൻ മറന്നുപോയി. എന്തെൻ്റെ ജീവിതം, ആരെന്നെ നോക്കും, അതൊക്കെ ഞാൻ മറന്നു. ഒരു വിവാഹം, അതെല്ലാം ഞാൻ മറന്നുപോയി. ഞാൻ പിന്നെ മെല്ലെ മെല്ലെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. എൻ്റെ വേദനകൾ, എൻ്റെ വിഷമങ്ങൾ ഞാൻ എൻ്റെ അപ്പനോടെന്ന പോലെ പറയുന്നതൊക്കെ ദൈവം എനിക്ക് സന്തോഷം തരുന്നുണ്ട് ആ വീട്ടിനകത്ത്. പക്ഷേ എൻ്റെ വീട്ടുകാരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഈ കൊച്ചു പഴയതുപോലെ അല്ല, അവള് നിസ്കരിക്കുന്നില്ല, ഓതുന്നില്ല, നമ്മളുടേതായ ഒരു കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ദേഷ്യത്തിലായിരുന്നു അവരെന്നോട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ചെയ്തൊരു വിഷയം, എൻ്റെ ഹൃദയത്തിലുള്ള യേശുവിനെ പുറത്താക്കാൻ വേണ്ടി അവരൊരുപാട് പദ്ധതികളൊക്കെ ചെയ്തു. ഒരുപാട് ഉസ്താദുമാരുടെ അടുത്ത് ചെന്നു, നൂലൊക്കെ ഓതിക്കെട്ടി എനിക്ക് കൊണ്ടുതരും, വെള്ളത്തിലൊക്കെ ഇങ്ങനെ മന്ത്രിച്ചൊക്കെ തരും. ആദ്യമൊന്നും എനിക്കറിയില്ലല്ലോ ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ പിന്നെ എന്നോട് തന്നെ പറയും ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴേക്കും എനിക്ക് ടെൻഷനൊന്നും തോന്നില്ല. ഞാൻ ആദ്യം ആ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് തരും. അപ്പൊ എനിക്ക് വേറൊരിടത്തൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ സ്വന്തം വീടാണല്ലോ. അപ്പോഴേക്കും ആദ്യമൊക്കെ ഭയം തോന്നി, അയ്യോ ഇത് ഞാൻ കഴിച്ച എൻ്റെ ജീവിതത്തിൽ തെറ്റായിട്ട് എന്തെങ്കിലും വരുമോ, ഇതെൻ്റെ ജീവിതത്തിന് ദോഷം ചെയ്യുമോ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ ദോഷം ചെയ്യുമോ എന്നൊക്കെ ആദ്യമൊക്കെ പേടി തോന്നി. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ദൈവം ആരാ? എൻ്റെ ഈ ഭൂമിയെ, ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിപ്പാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ ഞാൻ കുടിക്കുന്ന വെള്ളത്തിലുള്ളൊരു വിഷത്തെ എടുത്ത് മാറ്റാൻ എൻ്റെ അപ്പന് കഴിയാതിരിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാനുണ്ട് കൂടെ എന്നൊരു വാക്ക് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ആ ഭവനത്തിൽ നിന്ന് ഞാൻ കുടിക്കുന്ന വെള്ളമായാലും ഫുഡാണെങ്കിലും ഞാൻ ദൈവത്തോട് ഏൽപ്പിക്കും. ദൈവമേ, ഇതിൽ വിഷമായിട്ട് എൻ്റെ ശരീരത്തിനോ എൻ്റെ ഭാവിക്കോ ദോഷം ചെയ്യുന്ന എന്ത് തന്നെ ഉണ്ടെങ്കിലും കർത്താവെ അത് അങ്ങ് ശുദ്ധീകരിച്ച് എനിക്ക് തരണം എന്ന് പറഞ്ഞ ഒരു ഭയമില്ലാതെ ഞാൻ കഴിക്കുമായിരുന്നു. എനിക്ക് പിന്നീട് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം അനേകം സമയം എനിക്ക് തന്നു. ഞാൻ ദൈവത്തോട് ചേർന്ന് സന്തോഷിച്ച് വീട്ടിനകത്തായിരുന്നു. അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് വളരെ സങ്കടം, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇത് എടുത്തു മാറ്റണമെന്നൊക്കെ ആയി. അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അവരെന്നെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എന്നെ പൂട്ടിയൊക്കെ ഇട്ടിട്ട് പോകും. ഞാനെങ്ങാനും ഇറങ്ങിപ്പോയി ഇനി വേറെ അവരുടെ കൂടെ എങ്ങനെ ചേർന്ന് പോകുമെന്നൊക്കെ പേടിച്ചിട്ട് എന്നെ പൂട്ടിയൊക്കെ ഇടും. വളരെ ദേഷ്യം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ വാപ്പായിരുന്നു. എൻ്റെ വാപ്പ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ലോകത്ത് മറ്റെന്തോ ഉള്ളൂ, അങ്ങനെയായിരുന്നു ഞാൻ. പക്ഷേ വളരെ സ്നേഹിച്ച വാപ്പ തന്നെ എന്നെ വളരെയധികം തള്ളിപ്പറഞ്ഞു. ഈ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്നെ സ്നേഹത്തോട് ചേർത്ത് നിർത്തേണ്ട കരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ ഒരു മോൾ എനിക്കില്ലാന്ന് വരെ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ പെറ്റമ്മ എന്നെ കൈവിട്ടാലും, എന്നെ വളർത്തി എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടാലും, എൻ്റെ സ്വർഗത്തിലെ കർത്താവ് എന്നെ കൈവിടില്ല, എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് എൻ്റെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് സ്നാനം എടുക്കണമെന്ന് വളരെയധികം ആഗ്രഹം തോന്നി. അപ്പൊ ഞാനിങ്ങനെ റോയിച്ചിനോട് ഞാൻ വിളിക്കുമ്പോൾ പറയണേ എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് അത് വളരെ ആഗ്രഹമായിരിക്കുന്നു തോന്നുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്നാനം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല, അതിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടല്ലോ, നീ ചിന്തിക്കുന്ന ദിവസത്തിൽ നിനക്ക് സ്നാനപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു ദിവസം ഇങ്ങനെ സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. ആ സമയങ്ങളിൽ എൻ്റെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞതൊക്കെ അതിലൊക്കെ വലിയ അത്ഭുതവും സാക്ഷ്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ അനിയൻ കല്യാണം കഴിച്ച കുട്ടിക്കും യേശുവിനോട് ഇഷ്ടമുള്ള ഒരു കൊച്ച. അപ്പൊ ആ കുട്ടി ആദ്യമൊക്കെ എന്നോട് എതിർത്ത് നിന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വന്ന് എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും അവരോടൊപ്പം ചേർന്ന് എന്നോട് ചെറിയ രീതിയിലൊക്കെ എതിർത്ത് നിന്നെങ്കിലും അവൾക്ക് മനസ്സിലായി ഈ സഹോദരിയുടെ ഹൃദയത്തിൽ യേശു ഇനിയും എടുത്തു മാറ്റാൻ പറ്റാത്ത തരത്തിൽ ഉറച്ചുപോയി, അതുകൊണ്ട് ഇനി എടുത്തു മാറ്റാൻ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യ
എന്നോട് ചെറിയ സ്നേഹവും ഒക്കെ കാണിക്കാറുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിലാണെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇടയായി. അപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള ആഗ്രഹം ഞാൻ ആ കൊച്ചിനോടും കൂടി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഒരു പരസഹായം ഇല്ലാതെ എനിക്ക് ഇറങ്ങി ഒരിടത്തും പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓട്ടോയോ മറ്റോ അറേഞ്ച് ചെയ്താലും എൻ്റെ കൂടെ ഒരാൾ വരണം. പ്രത്യേകിച്ച് സ്നാനത്തിനെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ വിടത്തുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് എൻ്റെ സഹോദരിയോടൊപ്പം തന്നെ അനിയൻ്റെ വൈഫിനോടൊപ്പം തന്നെ എൻ്റെ മറ്റൊരു സഹോദരിയുടെ വീട്ടിലോട്ട് പോവേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അത് ഈ ദൈവം തന്ന ദിവസമാണ്. സ്നാനപ്പെടാൻ എനിക്കൊരു ദിവസം തന്നു. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി ഞങ്ങൾ ഇരിക്കുവാണ്. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ സഹോദരിയുടെ വീട്ടിലെത്തി. പക്ഷെ സഹോദരിയോടും എനിക്കൊരു സ്നാനം ചെയ്യണമെന്നോ ഞാനിങ്ങനെ വിശ്വാസത്തിലാണെന്ന് പറയാൻ പറ്റില്ല. എന്നെ വഴക്ക് പറയും, എന്നെ വിടത്തില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്, ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയാ, ദൈവം ഭയങ്കര അത്ഭുതകരമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സഹോദരി എന്നോട് പറഞ്ഞു, ആ ശരി പൊയ്ക്കോ, പുറത്ത് പോകണമല്ലോ, പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് സഹോദരിയുടെ മകനെ കൂടി ഞങ്ങളോടൊപ്പം വിട്ടു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കോവളത്താണ് ചെന്നിട്ട് എൻ്റെ സ്നാനം. കോവളം ചർച്ചിലാണ്, ഗോസ്പൽ സെന്റർ എന്നൊരു ഒരു ഇൻഡിവിജ്വൽ ചർച്ചാണ്. അവിടെയാണ് അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെല്ലുവാനൊക്കെ ദൈവം എനിക്ക് വഴികളൊക്കെ, ദൈവം പറയുന്നത് പോലെ നിനക്ക് മുമ്പായി ഞാൻ ദൂതന്മാരെ അയക്കുമെന്ന് പറയുന്നത് പോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിലും ആ സ്ഥാനത്ത് ഒരു തടസ്സവും ഇല്ലാതെ കടന്നു ചെല്ലാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ ആ ചർച്ചിലെത്തി. എനിക്ക് സ്നാനപ്പെടാനുള്ള സ്നാനക്കുളത്തിന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോഴാണ് അടുത്തൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്. ഈ നടക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെ സ്നാനപ്പെടും, എങ്ങനെ ആ കുളത്തിലോട്ട് ഇറങ്ങും എന്നൊരു ചിന്ത വന്നു. അതെനിക്ക് ഭയങ്കര ഭാരം തോന്നി. ദൈവമേ, എന്നെ സ്നാനം നടക്കില്ലേ എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു, വീൽ ചെയറിൽ ഈ കൊച്ചിനെ ഇരുത്തിയിട്ട് രണ്ടുപേര് പിടിച്ചിറക്കിയാൽ വളരെ നന്നായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷെ വീൽ ചെയർ ഭയങ്കര വെയിറ്റ് ഉള്ളതാ, പൊക്കിയെടുത്ത് ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ദൈവം ഒരു തോന്നൽ തന്നെന്ന് വെച്ചാൽ ഒരു ചെയറിൽ എന്നെ ഇരുത്തിയേച്ചു. ആ ചെയറിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് പേര് പിടിച്ചാൽ സ്നാനക്കുളത്തിലോട്ട് എന്നെ എടുത്തിറക്കാമല്ലോ. അങ്ങനെ ഒരു തീരുമാനം വന്നു. പക്ഷെ ദൈവത്തിന് സ്തോത്രം, ദൈവം എന്നോട് കാണിച്ച വലിയൊരു സ്നേഹം എന്ന് പറയുന്നത് ആ ചെയറിന്റെ ഒരു സ്ഥാനത്ത് പിടിക്കാൻ എൻ്റെ ഭർത്താവ് റോയിച്ചനെയാണ് ദൈവം അതിനുവേണ്ടി ഒരുക്കിയത്. പക്ഷെ ആ സമയത്തും ഇദ്ദേഹം എൻ്റെ ഭർത്താവായി വരുമെന്നോ ഇദ്ദേഹമാണ് എൻ്റെ ജീവിത പങ്കാളി എന്നോ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയത്തുമില്ല. ഞങ്ങൾ അങ്ങനൊന്നും ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു കൈ പിടിക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ മറ്റൊരു ഭാഗം പിടിക്കാൻ വേണ്ടി ദൈവം ആത്മീക ജീവിതത്തിൽ എനിക്ക് നൽകിയൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയേണ്ടത് എൻ്റെ ആത്മീക ഗുരുവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 2 കിഡ്നി ഫെയിലിയർ ആണ്. 2 കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വെയിറ്റ് ഒന്നും പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. ഫുൾ ടൈം അദ്ദേഹം ഇങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലായി. എങ്കിലും കിട്ടുന്ന ആരോഗ്യത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട നല്ലൊരു അഭിഷിക്തനാണ്, പാസ്റ്ററാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് പ്രകാശ് എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ദൈവം ഒരു തോന്നൽ കൊടുത്തു. അതിന്റെ മറ്റേ തലയ്ക്കൽ, ആ കസേരയുടെ മറ്റേ തലയ്ക്കൽ പിടിക്കാൻ അദ്ദേഹത്തിന് ദൈവം ഒരുക്കി. അപ്പൊ എൻ്റെ സഹോദരത്തിൽ ഞാൻ സ്നേഹിച്ച അദ്ദേഹവും എൻ്റെ ഭർത്താവുമാണ് എൻ്റെ സ്നാനത്തിന് ആ കസേരയുടെ 2 ഭാഗങ്ങളിൽ പിടിച്ച് എന്നെ സ്നാനക്കുളത്തിലോട്ട് ഇറക്കിയത്. എന്നിട്ട് അവര് രണ്ടുപേരും ആ വെയിറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിന് എൻ്റെ ഹൃദയം അങ്ങനെ എന്താ പറയാ, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം ദൈവം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആത്മീക പിതാവ് എന്നെ സ്നാനപ്പെടുത്തി എടുത്തപ്പോഴേക്കും ആ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ, എൻ്റെ അത്രയും പ്രായത്തിൽ ഞാൻ അനുഭവിച്ചതിനേക്കാൾ വല്ലാത്തൊരു ആത്മീക സന്തോഷം, ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എൻ്റെ ശരീരത്തിന്മേൽ വന്നു എന്നുള്ള ആ ഒരു സ്പർശനം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചവളാണ്. ഞാൻ ദൈവത്തിന് അനേക സ്തോത്രം ചെയ്തു, ദൈവനാമത്തിന് മഹത്വം കൊടുത്തു. ഞാൻ അപ്പം തന്നെ, ദൈവമേ, ഒന്നുമല്ലാത്ത എന്നെ, ഒരു 4 ചുവരുകൾക്ക് ഒതുങ്ങി തീരേണ്ട എന്നെ, ആരും അറിയാത്തവരെന്നെ, ആർക്കും അറിയാത്തൊരു അസീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എൻ്റെ കർത്താവിന് ഇഷ്ടപ്പെട്ട്, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നു, സ്നാനപ്പെടുത്തി ദൈവത്തിന്റെ പൈതലാക്കിയല്ലോ. അതിൽ പറ എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും എനിക്കിനി ഇല്ലാന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ ആ സ്നാനപ്പെട്ടതിന്റെ സന്തോഷത്തോടു കൂടി തന്നെ ഈ സ്തോത്രം അദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഞാൻ റോയിച്ചൻ എന്നെ ഫോൺ ചെയ്തിട്ട് എനിക്ക് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് പറയാൻ വരികയായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സൂം പ്ലാറ്റ്ഫോമിലോ ഒന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ആദ്യം ഈ ഒരു സംവാദ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തല്ലോ. ആ സമയത്ത് ഞാൻ അതിൽ ഒരുപാട് സംവാദങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ആത്മീക കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സൗദ എന്ന പേരുള്ള ഒരു ആൻറ്റീനെ റോയിച്ചൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ അതുവഴി
സൗദ ആന്റി എന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മുസ്ലിമിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന അനേകം ആൾക്കാരുണ്ട്. ആ ഒരു ഗ്രൂപ്പിലോട്ട് എന്നെ ആഡ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇസ്ലാമിൽ നിന്ന് ഇത്രയും അധികം ആൾക്കാർ വിശ്വാസ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ ത്യാഗം എന്ന് തന്നെ പറയണം. അതിനകത്ത് പല കാര്യങ്ങളും അവർ ത്യജിച്ചുകൊണ്ട് അതിനകത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റോയിച്ചൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് വേണ്ടി 26ഓളം യുവജനങ്ങളെ ചേർത്തുകൊണ്ടൊരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. എറ്റേണൽ ലൈഫ് യൂത്ത് മിനിസ്ട്രി എന്നാണ് അതിന്റെ പേര്. ആ ഗ്രൂപ്പിനോടൊപ്പം ആ ഒരു ടീമിനോടൊപ്പം റോയിച്ചനും ജോയിൻ ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് വിശ്വാസത്തിലോട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചാണ്, വീട്ടിൽ ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ പ്രകാശ് എന്ന് പറയുന്ന പാസ്റ്റർ എന്നെ വളരെയധികം എന്താ പറയാ ആത്മീയതയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ടീമിൽ എന്നെയും ജോയിൻ ചെയ്യിപ്പിച്ചു. ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈലിൽ കൂടി ഈ ടീമിന് വേണ്ടി അനേകം എഡിറ്റിംഗ് സെക്ഷനിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ദൈവം, എനിക്ക് ഒന്നും അറിയില്ല എങ്കിലും ദൈവം എനിക്ക് അതിനൊക്കെ ഭാഗ്യം തന്നു. അങ്ങനെയാണ് ഞാൻ പ്രകാശ് എന്ന് പറഞ്ഞ പാസ്റ്ററിനെ പരിചയപ്പെടുന്നത്. റോയിച്ചന്റെ തന്നെ വളരെ അടുത്തൊരു സഹോദര തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനും നല്ലൊരു അഭിഷിക്തനുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ദൈവം എന്നോട് കാണിച്ചൊരു സ്നേഹം എന്ന് പറയുന്നത് ഈ വീട്ടിനകത്താണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അനേകം ആൾക്കാർ ദൈവം ഒരുക്കി നിർത്തി. ഞാൻ ഇന്നുവരെയും പലരെയും കണ്ടിട്ടില്ല. നേരിട്ട് കാണാതെ തന്നെ അസീന എന്നൊരു പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രാർത്ഥന വലയം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം എനിക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കി തന്നു. അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടാൻ ഇറങ്ങുന്നതും അങ്ങനെയാണ് ഈ ടീമിന് വേണ്ടി ഞാൻ എഡിറ്റിംഗ് സെക്ഷനിലൊക്കെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതൊക്കെ. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് ഇതൊന്നും അറിയത്തില്ല. ഞാൻ മൊബൈലിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ സൂമിലൊക്കെ മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഈ മുസ്ലിമിൽ നിന്ന് കൺവേർട്ടായി വന്ന ആ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്നതിന് ശേഷം അതിൽ കൂടി തന്നെ നമ്മൾ ഒരുപാട് സൂം മീറ്റിംഗ്സ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്നെ ഭാഗവത്താക്കി. അവർക്കൊക്കെ എന്നെ അറിയാം. അസീന എന്നൊരു പെങ്കൊച്ചുണ്ട്, നടക്കാൻ പറ്റാത്തൊരു കൊച്ചാണ്, വീട്ടിനകത്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതിലൊക്കെ ഞാൻ ഇങ്ങനെ ത്രൂ ഔട്ട് മീറ്റിംഗ്സിനൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പൊ എൻ്റെ എപ്പോഴും എനിക്ക് റൂം അടച്ചിരുന്ന് മീറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവരെ ശ്രദ്ധിക്കുമല്ലോ വീട്ടുകാർ. അപ്പൊ ഞാനിങ്ങനെ റൂം തുറന്നിട്ടിട്ട് മൊബൈൽ ഫോണിലെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഈ പാട്ട് കേൾക്കുന്നത് പോലെയാണ് ഞാൻ ഈ ദൈവവചനമൊക്കെ കേൾക്കുന്നത്. അവരടുത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ മാറ്റും. അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ബൈബിൾ ഇല്ല, ഞാൻ മൊബൈലിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് വളരെ പ്രയാസമാണ്, ഈ കൊച്ചിങ്ങനെ ആയിപ്പോയല്ലോ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അങ്ങനെ എൻ്റെ സ്നാനമൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങളില്ലാതെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സൂം മീറ്റിംഗ് ഞങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ അൺഫോർച്ചുനേറ്റ്ലി റോയിച്ചനും ആ സൂം മീറ്റിംഗിൽ ആഡായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ ഇങ്ങനെ വീഡിയോ ഒന്നും ഓൺ ചെയ്തിരിക്കാൻ പറ്റില്ല. വീഡിയോ ഓഫ് ചെയ്താലേ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കാരണം ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംസാരിക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും പെട്ടെന്ന് കയറിയത് എനിക്ക് ഓഫ് ചെയ്യാൻ പാകത്തിന് ഞാൻ വീഡിയോ ഓൺ ചെയ്യാറില്ല. അപ്പോൾ റോയിച്ചനും അന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ആ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ ശുശ്രൂഷിച്ച ദേവദാസൻ ഞങ്ങളോടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു വിവാഹ ശുശ്രൂഷ ദൈവം ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു ആലോചന പറഞ്ഞു. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ സത്യമായിട്ടും വളരെ ഇങ്ങനെയെന്നൊരു ആശ്ചര്യം തോന്നി. ഇങ്ങനെ ഒരു ദൈവം ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ എന്നെ അറിയില്ല, അദ്ദേഹത്തിന് റോയിച്ചനെ അറിയില്ല, എന്നിട്ടും ദൈവം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഒരു ആശ്ചര്യം തോന്നി. അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ റോയിച്ചനും ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, ഇത് ദൈവത്തിന് സാധ്യമാണെങ്കിൽ നമ്മൾ മനുഷ്യരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആഗ്രഹമൊന്നും തോന്നിയില്ല. ദൈവമക്കൾ അതിൽ കേട്ടോണ്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യം പറഞ്ഞ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ 4 വർഷങ്ങൾക്കിടയിൽ ഞങ്ങൾ എന്നെ ആത്മീകമായി വളരെയധികം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന എൻ്റെ ഗുരു കൂടിയാണ് എൻ്റെ ഹസ്ബൻഡ്. ആത്മീക തലത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പഠിപ്പിച്ചു തന്നു. വചനം പഠിപ്പിച്ചു തന്നതും ബൈബിളിൻ്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നതൊക്കെ റോയിച്ചനാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അനേകം ആൾക്കാർ പ്രാർത്ഥിക്കുന്നു, ഈ വിവാഹം നടക്കണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ ഒളിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വർഷങ്ങൾക്ക് ശേഷം റോയിച്ചൻ അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദൈവാലോചന ഉണ്ട്, ഈ കൊച്ചി ഇങ്ങനെ വിശ്വാസത്തിൽ നിന്ന് നിൽക്കുന്നതാണ്, മുസ്ലിം ആണ് കൊച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് എന്നെ നന്നായിട്ട് അറിയുന്നതുമാണ്. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്, നീ ഒരു സുവിശേഷകനല്ലേ, നീ ഈ സംസ്ഥാനത്ത് അങ്ങറ്റം ഇങ്ങേയറ്റം കിടക്കുന്ന ഓരോ ജില്ലകളിലും ചെന്ന് സുവിശേഷം പറയുന്ന ഒരു അഭിഷിക്തനല്ലേ, അപ്പോ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഈ നടക്കാൻ പറ്റാത്ത ഒരു കൊച്ചിനെ കൊണ്ട് നീ എങ്ങനെ പോകും? നീ ചുമന്നുകൊണ്ട് പോവും? നീ എങ്ങനെ സുവിശേഷത്തിന് പോവും? അതൊരു തടസ്സമായി നിന്റെ ജീവിതത്തിൽ വരില്ലേ എന്ന് ചോദിച്ചു.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ഞാൻ മറ്റു മനുഷ്യർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗത്തിന് വേണ്ടി എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്, അത് ദൈവാലോചനയാണ്, അത് എന്താണെങ്കിലും ദൈവം നീതിയോടെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് തീരെ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറഞ്ഞു, ശരി, അങ്ങനെ ഒരു താല്പര്യമുണ്ട് എങ്കിൽ അത് നിനക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, വന്ന് സഹകരിക്കുകയോ നിങ്ങളോടൊപ്പം ചേരുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ വിഷയം അവിടെ തീർന്നു. എൻ്റെ വീട്ടുകാരോടും ഞാനത് പറയാനിടയായി. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു പ്രതീക്ഷയുണ്ട്. കാരണം സ്വന്തം മകൾ ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല, ആ കൊച്ചിന്റെ ഭാവി ഇല്ല എന്ന് വിധി എഴുതി വെച്ചേക്കുവാണ് ആൾക്കാർ. അപ്പൊ എൻ്റെ കുഞ്ഞിനൊരു ജീവിതമുണ്ട്, നല്ലൊരു പയ്യനാണ്, അവൻ പൊന്നുപോലെ നോക്കുന്ന ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ വരുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവരെന്നോട് ഇടപെട്ടൊരു കാര്യമുണ്ട്, നടക്കില്ല, ഒരിക്കലും ഇത് നടക്കില്ല. ഇവിടെ തന്നെ നീ ഇരുന്ന് പോയാലും, വിവാഹമില്ലാത്തൊരു ജീവിതത്തിൽ ഇവിടെ ഇരുന്ന് നീ മരിച്ചു പോയാലും ഞങ്ങൾക്കത് വിഷയമല്ല. ഇങ്ങനെ ഒരു ജീവിതത്തിലോട്ട് നിന്നെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല എങ്കിൽ നീ ആ പയ്യനോട് പറയണം, ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ചേർന്നാൽ ഈ വിവാഹം നടത്തി തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചു. അപ്പോഴേക്കും എല്ലാവരും ഈ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഞാൻ സ്നാനപ്പെട്ട ചർച്ചിന്റെ ഒക്കെ മുൻകരുതൽ അവർ മുൻകൈ എടുത്തിട്ട് ഞങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് പോകാൻ കഴിയില്ല. ചർച്ചുകാർ തന്നെ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. വിവാഹ ഡേറ്റ് വരെ തീരുമാനിച്ചു. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം തന്നെ ജൂലൈ 30 എന്ന് പറഞ്ഞൊരു ദിവസം ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നാളും ഞാൻ കൈവിടില്ല, നരച്ചാലും ഞാൻ നിന്നെ ചുമക്കുമെന്ന് പറഞ്ഞ കർത്താവ് എനിക്ക് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു, ഒന്നും കൊണ്ടും ഭയപ്പെടണ്ട, എൻ്റെ നാമത്തിൽ അങ്ങ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു ദൈവം എന്നോട് പറഞ്ഞു, എന്നെ നോക്കിക്കോളും, ആരുപേക്ഷിച്ചാലും, അമ്മ തന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ ഹൃദയത്തിലെ ഭയമൊക്കെ മാറി. ഞാൻ പറഞ്ഞു, ദൈവം ഇത് നടത്താൻ അങ്ങേക്ക് പദ്ധതി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഇത് തടസ്സപ്പെടുത്താൻ കഴിയില്ല. ഇനി ഞാൻ തന്നെ ഇത് വേണ്ടാന്ന് വെച്ചാലും ദൈവത്തിന്റെ പദ്ധതി ദൈവം നടത്തിയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ചർച്ചുകാർ എല്ലാ കാര്യങ്ങളും ചെയ്തു. ജൂലൈ 30 ഞങ്ങളുടെ വിവാഹത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ജൂലൈ 30 10:30 മണിക്കാണ് ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ സൂമിൽ ഇങ്ങനെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെയും ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ സൂമിൽ കൂടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. 10:30ക്കാണ് ശുശ്രൂഷ എങ്കിലും 8:30 ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടുകാരോട് ഇതൊന്നും പറയാൻ പറ്റില്ല, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്നവരാ ഈ ഒരു വിവാഹത്തോട്. അല്ലെങ്കിൽ ഈ ഒരു അവർ മതം എന്നാ പറയുന്നത്, ഈ മതത്തിലോട്ട് നീ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്നതാ. അതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊരു പ്രാർത്ഥന ചെയിൻ രൂപീകരിച്ചു. അപ്പോൾ 8:30 മണിയായപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം രാവിലെ എൻ്റെ നാത്തൂനും എൻ്റെ വാപ്പായും കൂടി ഒരാവശ്യമായി പുറത്ത് പോകാനിടയായി രാവിലെ. പിന്നെ ഉള്ളത് എൻ്റെ ഉമ്മയാണ്. അപ്പൊ ഞാൻ ഉമ്മയുടെ ഇങ്ങനെ പോയി പറഞ്ഞു, എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ചെന്ന് ചോദിക്കുന്ന സമയത്തും ഞാൻ വിശ്വാസത്താൽ, അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത് ഇറങ്ങിക്കോളാനാ, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇറങ്ങിക്കോന്നാ പറഞ്ഞത്. അപ്പൊ ആ വിശ്വാസത്തിൽ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് അതിന്റെ പുറത്തൊരു നൈറ്റി ഇങ്ങനെ ഇട്ടിട്ടാണ് ഉമ്മാടത്തൊന്ന് ചോദിക്കുന്നത്, എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്തു കൊണ്ടിരിക്കുക എന്നെ പൂട്ടിയിട്ടേക്കുന്നതാ. ആരും ഇല്ലെങ്കിൽ എന്നെ പൂട്ടി അവർ താക്കോലും കൊണ്ടുപോകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോറൊക്കെ ഇങ്ങനെ തുറന്നിടത്തുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മാർത്ത് ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ ഉമ്മ ഇല്ല, പറ്റത്തില്ല, അങ്ങനെ പുറത്തൊന്നും വിടാൻ പറ്റില്ല, പോയിരുന്നോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വീണ്ടും ടെൻഷനായി. അപ്പൊ ഞാനിങ്ങനെ ദൈവമേ എന്ത് ചെയ്യൂന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒരു തവണ കൂടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഉമ്മാർത്ത് ചോദിച്ചു, ഉമ്മ എനിക്കിങ്ങനെ പോകണം, അത്യാവശ്യമായിരുന്നു, ഞാനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പെട്ടെന്ന് എന്നോട് പറയാ, ആ ശരി പൊയ്ക്കോ എന്ന്. ഞാൻ ദൈവത്തിന്റെ സ്തോത്രമേ, അവരങ്ങനെ പറയില്ല ഒരിക്കലും. എന്നിട്ട് ഞാൻ ആ ഒരു സന്തോഷം എൻ്റെ ഹൃദയത്തിലൊന്നും ഞാൻ പെട്ടെന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ പോവും. അപ്പോൾ പറഞ്ഞാൽ അതൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞൊരു ഓട്ടോ അറേഞ്ച് ചെയ്തു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രമേ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ കൊണ്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റും എടുത്ത് എന്നെയും കൂട്ടി ഓട്ടോയിൽ എന്നെ കയറ്റി വിടുന്നത് വരെ കർത്താവ് അവരോട് ഇടപെട്ടു. ഒരു സംശയമോ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ തെല്ല് ഭയമോ തോന്നാൻ ഇടയായില്ല. ഞാൻ അവിടെ നിന്ന് ഓട്ടോ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോഴേക്കും ഞാൻ ആ മിററിൽ കൂടി ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഉമ്മ ഭയങ്കര വെപ്രാളം. അയ്യോ ഈ കൊച്ചിനെ എങ്ങോട്ട് പോകുന്നു അറിയില്ല. ഉമ്മ ആകെ ടെൻഷൻ അടിച്ച് ഫോൺ വിളിക്കുന്നു, എല്ലാവരോടും ഫോൺ വിളിച്ച് ഇങ്ങനെ പറയുക അവൾ ഇങ്ങനെ പോയി എന്നൊക്കെ പറയുന്നു. അപ്പൊ എൻ്റെ ചേട്ടന്മാര് പറയുന്നുണ്ട്,
ഈ പോയി കൈവിട്ട് പോയതാ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, ആ കൊച്ചിനെ എന്തിനാ പറഞ്ഞു വിട്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ അവർ സംസാരിച്ചതായിട്ട് പിന്നീട് ഞാൻ അറിഞ്ഞു. അങ്ങനെ ആ ഓട്ടോ അവിടെ നിന്ന് പാസ് ചെയ്ത് കൃത്യസമയത്തിന് തന്നെ ചർച്ചിൽ എത്തുവാനും എൻ്റെ വിവാഹ ശുശ്രൂഷ നടക്കാനൊക്കെ ഇടയായി. പക്ഷേ അതും ഒരുപാട് ദൂരത്തിലല്ല, എൻ്റെ വീടും ഈ ചർച്ച് എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൂരമൊന്നും അല്ല, അവർക്ക് വരാവുന്നതേ ഉള്ളൂ, അവർക്ക് അറിയാൻ പറ്റുന്നതാ. പക്ഷെ ആ വിവാഹ ശുശ്രൂഷയിൽ ഒരു തടസ്സവും ഇല്ലാതെ ദൈവ സാന്നിധ്യത്തിൽ അവിടെ ആര് വന്നു വന്നില്ല എന്നുള്ളതിൽ എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ രുചിച്ചറിഞ്ഞതാണ് ആ ദിവസം. എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തോടൊപ്പം തന്നെ ആ വിവാഹ ശുശ്രൂഷ വളരെ മംഗളമായി തന്നെ നടക്കുവാനിടയായി. ഞാൻ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാരെ ഡയറക്റ്റായിട്ട് ഞാൻ തന്നെ ഫോൺ ചെയ്തു കാര്യം പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കണ്ണിൽ ഇനി കണ്ടാൽ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അവർ വളരെ ദേഷ്യമായിരുന്നു എന്നോട്, ഇങ്ങനെ ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്ലാമിൽ നിന്ന് ഒരു പെൺകൊച്ചു മറ്റൊരു മതത്തിലോട്ട് ഇറങ്ങിപ്പോകാൻ പാടില്ല. ഇനി ആൺകുട്ടികളാണ് ഇറങ്ങിപ്പോയതെങ്കിലും പെൺകുട്ടികൾക്ക് ഇറങ്ങിപ്പോവുക എന്ന് പറയുന്നത് അവർക്കൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കൊന്നു കളയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു സിസ്റ്റം. മതം പള്ളിയിൽ നിന്ന് പുറത്താക്കും, അങ്ങനെയൊക്കെ ഒരു ഭയം അവർക്കുണ്ട്. അപ്പോൾ കൊന്നു കളയും എന്നൊരു സിറ്റുവേഷനായി. ഞാൻ പറഞ്ഞു, എനിക്ക് ടെൻഷൻ ഇല്ല, എൻ്റെ കർത്താവ് എനിക്ക് ഭൂമിയിൽ ഇത്ര ദിവസമേ നിശ്ചയിച്ചിട്ടുള്ളെങ്കിൽ ഞാൻ മരിക്കും എന്നായാലും. അതെൻ്റെ കർത്താവിന് വേണ്ടി ആവുമ്പോൾ അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്താൽ തന്നെ ജീവിതം തുടങ്ങി. അപ്പോൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം റോയിച്ചിനോട് പലരും, അവരുടെ വീട്ടിലുള്ളവരായാലും എൻ്റെ ഫാമിലിയിലുള്ളവരായാലും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരായാലും അടുത്തൊരു ചോദ്യം ഉന്നയിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, എന്തിനാണ് ഈ നട്ടല് വയ്യാത്തൊരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചത്, ഒരു തലമുറയെ തരാൻ ആ കൊച്ചിന് കഴിയുമോ? അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു തലമുറ ഇല്ല, ഇനി ഒരു തലമുറ നിങ്ങൾക്കുണ്ടാവില്ല, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരും എന്നുള്ള ഒരു എല്ലാവരും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ കുത്തി വെച്ചൊരു കാര്യം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു തലമുറ ഉണ്ടാകില്ല, അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വരാൻ ഇനി ഇടയാകില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് നാളുകൾ അതിനുവേണ്ടി കരയുവാനോ അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് നിരാശയോടെ നിൽക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചില്ല. വിവാഹം കഴിഞ്ഞ് അടുത്ത നാളുകൾ തന്നെ കർത്താവ് എനിക്കൊരു തലമുറയെ തന്നു. എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് ഞാൻ അറിഞ്ഞ സമയത്തിന് എൻ്റെ ദൈവത്തിന് ഞാൻ അനേകം സ്തോത്രം പറഞ്ഞു. ദൈവമേ, ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സയൻസ് ആകട്ടെ, ഇത് നടക്കില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ആ മെഡിക്കൽ റിപ്പോർട്ട്സിനെ തിരുത്താൻ കഴിവുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമാണെന്ന് എനിക്കറിയാം. ആ ഉറപ്പ് എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ആദ്യം ഞാനിങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ വളരെ ടെൻഷൻ തോന്നി. ആരും ഇല്ല ഞങ്ങൾക്ക് സഹായത്തിന്, രണ്ട് വീട്ടുകാരും ഇല്ല, ഞാനും റോയിച്ചനും മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നറിയില്ല, ഏത് ഹോസ്പിറ്റൽ എവിടെ ചെല്ലണമെന്നറിയില്ല. ഈ കുഞ്ഞെൻ്റെ വയറിൽ നിന്ന് വളർന്നു വരുമ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, ഞാൻ എങ്ങനെ മൂവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇഴഞ്ഞാ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻ ഇങ്ങനെ വന്നെങ്കിലും ദൈവം എന്നോട് പറഞ്ഞു, സമാധാനപ്പെട്ടോ, ഒരു ദോഷവും സംഭവിക്കാൻ ഞാൻ ഇടയാക്കില്ല എന്ന് വചനത്തിൽ കൂടി ദൈവം എന്നോട് ഇടപെടുമായിരുന്നു. ആ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകം അമ്മമാര്, എൻ്റെ അമ്മ അടുത്തില്ല എന്നൊരു കുറവ് എനിക്ക് അവർ വെച്ചിട്ടില്ല. അടുത്ത് കാണുന്നില്ലെങ്കിലും ദൂരത്തിരുന്ന് അടുത്തെന്നോണം എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിപ്പാൻ അനേകം അമ്മമാരെ ദൈവം ഒരുക്കി തന്നു. ഞങ്ങൾ ടെസ്റ്റിനൊക്കെ പോയി ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ സുരക്ഷിതനാണ്, ഒരു കുഴപ്പവും ഇല്ല, അതിന് ഒരു പ്രശ്നവും ഇല്ല, വളർച്ചയൊക്കെ ഓക്കെയാണ്. പിന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ എനിക്ക് തീരെ എഴുന്നേറ്റ് ഇരിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റാത്ത അത്രയും ക്ഷീണിതയാണ് ഞാൻ. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും റോയിച്ചനാണ് നോക്കുന്നത്. ഞാൻ ഓരോ ഫുഡ് കഴിക്കുമ്പോഴും അപ്പം തന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്തിട്ട് ബോധമൊന്നും ഇല്ലാണ്ട് കിടക്കും. അപ്പോഴും എൻ്റെ ഈ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റുന്നതും എന്നെ ശുശ്രൂഷിക്കുന്നതൊക്കെ റോയിച്ചനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു ഭാവി ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് എന്നെ ഇങ്ങനെ താങ്ങുന്ന ഒരു മനുഷ്യന്റെ കരങ്ങളിൽ എന്നെ കൊണ്ട് എത്തിച്ചല്ലോ, അത് തന്നെ ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്തത്, അത് എന്നോട് ദൈവം കാണിച്ച കരുണയാണ്. എൻ്റെ ഈ പ്രഗ്നൻസി സമയങ്ങളിലൊക്കെ ദൈവം അതുപോലെ ഞങ്ങളെ ശുശ്രൂഷിപ്പാനൊക്കെ ഞങ്ങൾക്കൊരു ധൈര്യം തന്നു, ഒരു ബലം ഹൃദയത്തിൽ തന്നു. ടെസ്റ്റിനൊക്കെ പോയി 5 മാസം വരെയും അപ്പോൾ 5 മാസം 3 മാസമായപ്പോൾ ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കടന്നു ചെല്ലുന്നത്. ആ ഡോക്ടർ എന്നെ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സൂപ്രണ്ട്, ആ പ്രഗ്നൻസി നോക്കുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു സൂപ്രണ്ട് ആയിട്ടൊരു ഡോക്ടർ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീൽ ചെയറിൽ ചെന്നപ്പോഴേക്കും അവർ എന്നോട് ചോദിച്ചാൽ എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനെ പ്രഗ്നൻസി ആണ്, 3 മാസമാണ്, ഞാൻ ഇവിടെയാണ് കാണിക്കുന്നത്, മറ്റൊരു ഡോക്ടറാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് എന്റെ കാലിന് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പോളിയോ എഫക്ട് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, കണ്ടിട്ട് പോളിയോ പോലെ തോന്നുന്നില്ല, ഇത് മറ്റെന്തോ രോഗമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എൻ്റെ കയ്യിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, പോളിയോ ആണ്. അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുട്ടി നീ എന്ത് വിശ്വാസത്തിലാണ്, എന്ത് ഉറപ്പിലാണ് ഈ വയറ്റിനകത്തൊരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്, ഇയാൾ ഒരിക്കലും പ്രസവിക്കില്ല, ഈ കുഞ്ഞിനെ എത്രയും വേഗത്തിൽ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. അബോർട്ട് ചെയ്യാൻ ഇവിടെ ഈ കുട്ടി നിങ്ങളുടെ പ്രസവം എടുക്കാൻ കഴിയില്ല, എന്ത്
മണ്ടത്തരമായി കാണിക്കുന്നത്, പ്രസവിക്കില്ല, ഇയാൾ പ്രസവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹൃദയത്തിൽ ആദ്യം ഒരു വല്ലാത്തൊരു ഇടി തോന്നി. ദൈവമേ, ഞാൻ ഇങ്ങനെ പറയുന്നല്ലോ, എന്ത് ചെയ്യണമെന്ന് ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ചിന്തിച്ചു. അപ്പോഴും ഇവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് നിങ്ങൾക്ക് ഇവിടെ പ്രസവം നടത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തു തരാം, അബോർഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോ, ഇയാൾ പ്രസവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം എന്റെ ഹൃദയത്തിലൊരു ധൈര്യം തന്നു. ഞാൻ അവരോട് പറഞ്ഞു, മാഡം, എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ആ കുഞ്ഞിനെ പുറത്തെടുക്കാനും എന്റെ കർത്താവിന് കഴിയും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നില്ല, അവിടെ പോകണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ ഇനി പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിനുശേഷം ഏത് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ആകെ അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ല്, ഇത് നല്ലതാണെന്ന് നമുക്ക് പറഞ്ഞു തരാനും ആരുമില്ല, ഒരു സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആരുമില്ല. അപ്പൊ ഞാനും റോയിച്ചനും വീട്ടിൽ വന്നിരുന്നിട്ട് വളരെ പ്രയാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാനിനി എവിടെ ചെല്ലണം, ഏത് ഹോസ്പിറ്റലിൽ ഞാൻ കടന്നു പോകണം, എൻ്റെ കുഞ്ഞിനൊരു ദോഷവും ഇല്ലാതെ എൻ്റെ പൈതലിനെ പുറത്തെടുക്കണമെങ്കിൽ ഞങ്ങൾ എവിടെ ചെല്ലണമെന്ന് ചോദിച്ചു. ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്നാനപ്പെട്ട ദൈവത്തോട് ചേരുമ്പോൾ ഞങ്ങൾ വെറും മക്കളല്ല, നിങ്ങൾ പ്രിയ മക്കൾ അത്രയെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതേ അവകാശത്തോടെ എൻ്റെ അപ്പനോട് ചോദിക്കാൻ എനിക്ക് ധൈര്യത്തോടെ ഞാൻ ചോദിച്ചു, എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ ദൈവത്തോട് സംസാരിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, വഴിയും വാതിലുകളും ഞാൻ തുറന്നു തരുമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു കസിൻ എന്നെ ഫോൺ ചെയ്തിട്ട് ഒരു ഡോക്ടറിന്റെ നമ്പർ തന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ആ ഡോക്ടറിനെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കൂ, ചിലപ്പോൾ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ ഡോക്ടറിനെ വിളിച്ചു. ആ ഡോക്ടർ ട്രിവാൻഡ്രത്ത് തന്നെ ഇടപ്പഴഞ്ഞി എന്ന സ്ഥലത്ത് SK എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഒരു വലിയ ഹോസ്പിറ്റലാണ്, അവിടെയാണ് ആ ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ആ ഡോക്ടർ അവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ടെൻഷൻ വന്നു. ദൈവമേ, ഞാൻ എങ്ങനെ അവിടെ ചെന്ന്, എന്താണ് എനിക്കറിയില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഫോണിൽ കൂടി എനിക്കൊന്നും പറയാൻ പറ്റില്ല, ദയവ് ചെയ്ത് എന്നെ വന്നൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാനും റോയിഷനും ഇങ്ങനെ ചെന്നു, ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ബെഡിൽ കിടത്തി എന്നെ നോക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്തിയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്താ ആ ഡോക്ടർ പറഞ്ഞത് മുന്നേ പോയിടത്ത്? ഞാൻ പോലും പ്രസവിക്കില്ല, ഇങ്ങനെയാണ് ആ ഡോക്ടർ ഇങ്ങനെയാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇയാളുടെ കാലിനല്ലേ കുഴപ്പമുള്ളൂ, വയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് വല്ലാത്തൊരു സമാധാന വാക്ക് ദൈവം അവരോട് ഇടപെട്ട് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചു. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ തുടർന്ന് കാണിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അവരുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വിശ്വാസത്തോട് ആദ്യമൊക്കെ മാസത്തിൽ പോകണം, പിന്നീട് 15 ദിവസത്തിൽ ഒരിക്കൽ ചെല്ലണം, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയുന്നു. ഈ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞ അന്ന് മുതൽ പ്രസവിക്കുന്ന ആ ദിവസം വരെയുള്ള കാലയളവിൽ എത്രയോ തവണ പല പ്രശ്നങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടന്ന് ശുശ്രൂഷിക്കേണ്ട സമയങ്ങൾ വന്നിട്ടുണ്ടോ? പക്ഷെ എൻ്റെ കർത്താവ് എന്നെ ഒരു ദിവസം പോലും ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആക്കി കിടത്തിയിട്ടില്ല. അത്തരത്തിലൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾ എനിക്ക് വരുത്തിയിട്ടില്ല. എന്ത് പ്രയാസമുണ്ടെങ്കിലും അത് പ്രാർത്ഥനയാൽ തന്നെ ദൈവം എനിക്ക് മാറ്റി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 8 മാസം വരെ ഒരു പ്രശ്നമില്ലാതെ പോയി. അപ്പോൾ 5-ാം മാസത്തിൽ എനിക്കൊരു സ്കാനിങ് വരുന്ന സമയത്ത് ഡബിൾ മാർക്ക്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ഡോക്ടർ ഇങ്ങനെ നിർദ്ദേശിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് യൂട്രസിനകത്തോട്ട് സൂചി കടത്തിവിട്ട് ആ കുഞ്ഞിന്റെ ബ്ലഡിൽ നിന്നും കുറച്ച് ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും. അതായത് കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ കുഞ്ഞിനൊരു പ്രശ്നം ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ ഇഞ്ചക്ഷൻ ചെയ്തെടുത്തത് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയോ മറ്റുള്ള കാര്യത്തിലേക്ക് നടക്കേണ്ടി എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകാന്ന് പറഞ്ഞു. ഞാൻ വളരെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങനെ ഒരു സംവിധാനം എൻ്റെ വയറ്റിലോട്ട് സൂചി കുത്തി എൻ്റെ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊന്നും ചെയ്യാൻ ഇടയാക്കരുതേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങൾ ആ ടെസ്റ്റിന് വേണ്ടി കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ വയറ്റിൽ നിന്നൊന്നും കുത്തി എടുക്കണ്ട, കയ്യിലെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നും ബ്ലഡ് എടുത്തു. സ്തോത്രം. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നുപോയി. തിരിച്ച് ആ റിസൾട്ട് വാങ്ങാൻ ചെല്ലുമ്പോഴും വളരെ പ്രയാസം എൻ്റെ ഹൃദയത്തിൽ തോന്നിയിരുന്നു. ഇനി എന്തവർ പറയും എന്നറിയില്ലല്ലോ. അപ്പോൾ ആ ഡോക്ടർ ഈ റിസൾട്ട് ഞങ്ങൾക്ക് തരാൻ വേണ്ടി എടുത്തപ്പോൾ ഡോക്ടർ ഭയങ്കര സന്തോഷവതിയാണ്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിരുന്നാൽ, ഞാൻ ഇതുവരെയും ഈ ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയുള്ള ഈ പോളിയോ ബാധിച്ച ഒരു പെൺകുട്ടിയുടെ റിസൾട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ കുഞ്ഞിന് ഒരു ദോഷവും ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഡോക്ടറിനെ കൊണ്ടു ചെന്ന് കാണിക്കാൻ പറഞ്ഞു. ദൈവത്തെ സ്തുതിച്ചു ഞാൻ.
ഹാലലൂയ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ഡോക്ടറും വളരെ സന്തോഷവതിയാണ്, ഒരു കുഴപ്പവും ഇല്ലല്ലോ. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി. അപ്പോൾ എനിക്കിങ്ങനെ വയറ് വലുതായി വരുമ്പോഴേക്കും വളരെ പ്രയാസം തോന്നും. അയ്യോ, കുഞ്ഞെങ്ങാനും നിലത്ത് വയറ് മുട്ടിയിട്ട് എന്തെങ്കിലും പറ്റുമോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ദൈവം ഒരു നേരത്ത് പോലും ഒന്ന് കാല് പോലും വഴുതി വീഴാൻ, അല്ലെ കൈ തട്ടി നിലത്തൊന്ന് വീണു പോകാൻ ഒന്നും എൻ്റെ കർത്താവ് ഇടയാക്കിയില്ല. എനിക്ക് 2 വയസ്സ് മുതൽ ശ്വാസം മുട്ടുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ശ്വാസ തടസ്സം വരികയും ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നതാണ് ഞാൻ. പക്ഷേ എൻ്റെ പ്രസവ സമയങ്ങളിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയം മുതൽ പ്രസവിക്കുന്നത് വരെയും ഒരു ദിവസം പോലും ശ്വാസം മുട്ട് എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ശ്വാസത്തെ പോലും എൻ്റെ കർത്താവ് കൺട്രോൾ ചെയ്തു എന്നുള്ളതിലാണ്. ഹല്ലേലൂയ. ദൈവം അത്രയും കരുണയോടെ എന്നെ നോക്കി എന്നുള്ളതിൽ എനിക്ക് ദൈവനാമത്തിന് മഹത്വം. അത് കഴിഞ്ഞ് പ്രസവ സമയത്ത് 8 മാസം കംപ്ലീറ്റ് ചെയ്തു. 8 മാസം കംപ്ലീറ്റ് ചെയ്ത് ഒരു ദിവസം നോർമലി സ്കാനിങ്ങിന് വേണ്ടി ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ വയറ്റിൽ നിന്നും യൂട്രസിനകത്ത് നിന്നും കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. യൂട്രസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നില്ല. എൻ്റെ വയറ് ഇച്ചിരി ചെറുതാണ്, അപ്പോൾ എൻ്റെ യൂട്രസ് വലുതാകുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ട്. കുഞ്ഞിന് വെയിറ്റ് കുറവായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വെയിറ്റ് കൂടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് വെൻഡിങ് മെഷീനിൽ നിർത്തി എന്നെ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെയും കുഞ്ഞിൻ്റെയും വെയിറ്റ് കണക്കാക്കുന്നത് സ്കാനിങ്ങിൽ കൂടിയാണ് കൊച്ചിൻ്റെ വെയിറ്റ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് വെയിറ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ യൂട്രസിൽ നിന്നും കൊച്ചിന് ബ്ലഡ് പോകാത്തത് കൊണ്ട് കുഞ്ഞിന് എന്തും സംഭവിക്കാം. കുഞ്ഞ് ചിലപ്പോൾ വളരെ പ്രയാസപ്പെടുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ, ഇങ്ങനെ പോയാൽ കൊച്ചിന് ദോഷമാണ്, നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല. 2 ദിവസം നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു നോക്കാം, അതിൽ മിക്കവാറും മാറ്റങ്ങൾ സംഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതോടൊപ്പം തന്നെ കൊച്ചിൻ്റെ ലങ്സിന് വളർച്ചയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു വളർച്ച കുറവ് ലങ്സിന് കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി 2 ദിവസത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമുക്ക് തുടർന്ന് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു, ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തു. 2 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴും അവസ്ഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എൻ്റെ യൂട്രസിൽ നിന്ന് കുഞ്ഞിന് ബ്ലഡ് പോകുന്നില്ല, കുഞ്ഞ് ഡ്രൈ ആകുന്നുണ്ട്. കുഞ്ഞിന് എന്തും സംഭവിക്കാം, ഒരുപക്ഷെ അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞോ എന്നുള്ള കണ്ടീഷൻ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, നാളെ തന്നെ അങ്ങ് സിസേറിയൻ നടത്തിയാലോന്ന്. അപ്പൊ ഞങ്ങൾ ആകെ, ദൈവമേ സ്തോത്രം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളുടെ ഒപ്പം ആരുമില്ല, ഞാനും റോച്ചനും മാത്രമാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇടയ്ക്ക് എൻ്റെ അനിയന്റെ വൈഫ് ഞങ്ങളോടൊപ്പം വരുമെന്നല്ലാതെ ഞങ്ങളോടൊപ്പം വേറെ ആരും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അറിയില്ല, മുൻകൂട്ടി ഒന്നും കരുതിയിട്ടുമില്ല. അപ്പോൾ ആ സമയത്ത് ദൈവം ഒരു ബലം തന്നു. റോച്ചനും ഞാനും പറഞ്ഞു, ശരി ഡോക്ടർ, നാളെ തന്നെ അത് ചെയ്യാം. കുഞ്ഞിനൊരു ദോഷവും സംഭവിക്കാണ്ട് നമുക്ക് കരങ്ങളിൽ കിട്ടണമെന്നുള്ളതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ അഡ്മിറ്റായി ഡെലിവറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇഞ്ചക്ഷനൊക്കെ എടുത്ത് രാവിലെ എന്നെ ഡെലിവറി റൂമിലോട്ട് ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോകാൻ സമയത്ത് അനസ്തേഷ്യ എടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും അനസ്തേഷ്യ എടുക്കുന്നത് നട്ടലിലാണ്. സിസേറിയന് മുന്നേ നട്ടലിലാണ് അനസ്തേഷ്യ എടുക്കുന്നത്. അപ്പോൾ എന്നെ അനസ്തേഷ്യ ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ കൊച്ചിന് ഞാൻ എങ്ങനെ അനസ്തേഷ്യ എടുക്കും, അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ കൊച്ചാണ്. ഞാൻ അനസ്തേഷ്യ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഈ കൊച്ചിൻ്റെ അരയ്ക്ക് താഴോട്ട് ആ മരുന്ന് ചെല്ലത്തില്ല. അത് അരയ്ക്ക് മുകളിലോട്ട് ചെന്നാൽ അത് വീണ്ടും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ഡെലിവറി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടേഴ്സ് അടുത്തൊരു ഓപ്ഷൻ കണ്ടത് ജനറൽ അനസ്തേഷ്യ എനിക്ക് തരാമെന്നായിരുന്നു. പക്ഷേ ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു കൊച്ചിന് ജനറൽ അനസ്തേഷ്യ കൊടുക്കാറില്ല, അത് കുഞ്ഞിന് ദോഷമായി ബാധിക്കാൻ ഇടയുണ്ട്. എങ്കിലും ആ റിസ്ക് അവർ ഏറ്റെടുത്തിട്ട് എൻ്റെ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ജനറൽ അനസ്തേഷ്യ കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് ജനറൽ അനസ്തേഷ്യ തന്നു. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി. വളരെ വിജയകരമായി തന്നെ സർജറി നടന്നു. പിന്നീട് സർജറിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. എനിക്ക് അനസ്തേഷ്യ തന്നത് കൊണ്ടാണോ അതോ കുഞ്ഞിൻ്റെ ബലഹീനതയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ പുറത്തെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞ് കരഞ്ഞില്ല. എല്ലാവരും കണ്ണുകൾ ഈറഞ്ഞടിയുന്ന ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാള് ഞാൻ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് വന്നിട്ടും അവസാന നിമിഷം കുഞ്ഞ് കരയുന്നില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഈ കുഞ്ഞിനോട് ഞാൻ എങ്ങനെ ഇത് പറയും എന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ തൊടാനിടയായി. അവൻ ആ ഹോസ്പിറ്റലിൽ ആ നിൽക്കുന്ന ആ ഏരിയ മൊത്തം കേക്കുമാറാൻ ഉറക്കെ അവൻ കരഞ്ഞു. അത് ഡോക്ടേഴ്സിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇവൻ വളരെ ഞങ്ങളെ ഭയപ്പെടുത്തി, കുറച്ച് നേരം അവൻ കരയാണ്ടിരുന്നപ്പോൾ ഞങ്ങൾ തീർന്നു എന്ന് തന്നെ വിചാരിച്ചതാ. പക്ഷേ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇവൻ ഇങ്ങനെ കരഞ്ഞ്, വളരെ അവന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറം ശബ്ദം എടുത്താണ് അവൻ കരഞ്ഞത്.
ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് കുഞ്ഞിനെ NICU കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിന് ജനിക്കുന്ന സമയത്ത് അവന് 1 കിലോയും 700 ഗ്രാം വെയിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബോധം വന്നിട്ടില്ല, വളരെ വൈകിയാണ് എനിക്ക് ബോധം വന്നത്. ആ സമയത്ത് കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം കുഞ്ഞ് NICU, ഞാൻ വേറൊരു സ്ഥലത്തുമാണ്. എനിക്ക് ആൺകുഞ്ഞാണ്, ദൈവം എന്നോട് പറഞ്ഞു നിനക്കൊരു ആൺ തലമുറയെ തരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നതാ. അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇല്ല ഇത് പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴേ എനിക്കറിയാം എൻ്റെ അപ്പൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ് എൻ്റെ കർത്താവ്. എനിക്ക് ഒരു സംശയം അതിൽ തോന്നിയിട്ടില്ല. അപ്പൊ എൻ്റെ മോനെ കാണണം എന്നൊരു എൻ്റെ കുഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു, അവൻ ആരോഗ്യമാനോ ഒന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം രാത്രിയോട് അടുക്കുന്ന സമയത്താണ് റോഷൻ എന്നെ കാണാൻ വരികയും റോഷൻ എന്നോട് പറഞ്ഞു, കുഞ്ഞ് മോനാണ്, അവൻ സേഫായി ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല, അവൻ NICU പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു തലമുറ ഉണ്ടാവുക എന്ന് പറയുന്നത്. എൻ്റെ നട്ടലിന് അത്രയേറെ ബലഹീനതയുള്ളതാണ്. എനിക്കൊന്ന് എന്താ പറയാ, ഒരാൾ എന്നെ ജസ്റ്റ് ഒന്ന് ഉന്തിയാൽ പോലും ഞാൻ നിലത്ത് വീണു പോകും. അങ്ങനെയുള്ള ഞാൻ ഒരു കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ ചുമന്നു, അവനെ ഒരു ദോഷവുമില്ലാതെ ഒരു ഊനമില്ലാതെ പ്രസവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മനുഷ്യർക്കോ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രത്തിനോ കഴിയുന്ന കാര്യമല്ല. എൻ്റെ അപ്പൻ്റെ ഒരു സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അവിടെ നിന്ന് കുഞ്ഞ് NICU സമയത്തും പാല് കൊടുക്കുമ്പോഴൊക്കെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് കുടിക്കാൻ പറ്റില്ല. അവൻ പാല് വലിച്ചു കുടിക്കുമ്പോൾ അവൻ തളർന്നു പോകും. അപ്പൊ അവനെ ടയേർഡ് ആക്കാണ്ട് വേണം നമ്മൾ പാല് കൊടുക്കാൻ പോലും. അപ്പൊ അത് നമ്മളിങ്ങനെ വേറൊരു ഇതിലോട്ട് എടുത്തിട്ട് പാലെടുത്ത് കുഞ്ഞു ഒരു ചെറിയ ഗോകർണം പോലത്തെ ഒരു സാധനമുണ്ട്, അതിൽ കൂടി കുഞ്ഞിന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാവുന്ന. അല്ലാണ്ട് എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് കൊച്ചിനെ സക്ക് ചെയ്ത് പാല് കുടിച്ച് അവൻ അപ്പം തളർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ കൊച്ചിനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ, ആദ്യം കുഞ്ഞുങ്ങൾ ജനിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് എടുക്കുന്ന 2-3 ഇഞ്ചക്ഷൻ ഉണ്ട്. അതൊന്നും കുഞ്ഞിന് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും അവൻ ആരോഗ്യമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുചെന്ന് അവനെ നന്നായിട്ട് കെയർ ചെയ്ത് 2.5 കിലോ വെയിറ്റ് വന്നതിന് ശേഷം മാത്രമേ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ എനിക്ക് പാലും വളരെ കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു പൊടി ഇങ്ങനെ ഒരു ഫോർമുല മിൽക്ക് തന്നു, അത് കൊടുത്തോളാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നവരെ അവന് ഒരു കുഴപ്പമില്ല, അവൻ വളരെ ആക്റ്റീവായിട്ട് ഈ NICU നിൽക്കുന്ന സമയത്തും ഡോക്ടേഴ്സൊക്കെ പറയും ആളിച്ചിരി വെയിറ്റ് കുറവാണെങ്കിലും അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ദൈവം അങ്ങനെ ഒരു ശക്തി എൻ്റെ കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് ചെന്നു ഓരോ മാസവും ടെസ്റ്റിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഭയം, അവൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടോ, ഡോക്ടറിന് എന്തോ പറയും, എങ്ങനെ ചെയ്യും, എന്തായിരിക്കും അവർ പറയാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കടന്നുപോയി. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അവിടെ സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്, ഡോക്ടേഴ്സ്. അപ്പോൾ ഇവന്റെ എല്ലാ റൊട്ടീൻസിലും, എല്ലാ ചെക്കപ്പ് റൊട്ടീൻസിലും അവർ വന്ന് അവന് സ്പെഷ്യലായിട്ട് എക്സസൈസ് ഒക്കെ കൊടുത്ത് അവന് ഒന്ന് ബോഡിയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ എക്സസൈസ് ഓരോ തവണ ഇങ്ങനെ പറഞ്ഞു തരും, ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ പറയും. അപ്പോൾ ഇവനെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിരുന്നാൽ കുഞ്ഞ് ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു, പ്രീമച്വർ ബേബിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞ് വളർന്നു വരുന്ന സമയങ്ങളിൽ അവന്റെ എല്ലാ ആക്ഷൻസും വളരെ സ്ലോ ആയിരിക്കും. ഇപ്പൊ സാധാരണ കുട്ടികൾ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ നടക്കുന്ന സമയത്തോ ഒന്നും ഈ കൊച്ചു നടക്കാനോ അല്ലെങ്കിൽ കമിഴ്ന്ന് വീഴാനൊന്നും ഇടയാവില്ല എന്ന് പറഞ്ഞു. അപ്പം വളരെ പൊക്കം കുറവായിരിക്കും, ഒരുപക്ഷെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാനിടയായി. അപ്പൊ ലങ്സിന് ചെറിയൊരു വളർച്ച കുറവ് ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമത് ഒരു ജലദോഷം പോലും വരാൻ ഇടയാക്കാതെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ജലദോഷം പോലും വരാതെ എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ സൂക്ഷിച്ചു. ഓരോ തവണ ചെക്കപ്പിന് പോകുമ്പോഴും ഭയങ്കരമായ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു കൊച്ചിന്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ടെസ്റ്റിന് പോകുമ്പോൾ 2.5 മാസത്തിൽ കൊച്ച് കമിഴ്ന്ന് വീഴില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ കൊച്ച് കറക്റ്റ് 2.5 മാസത്തിൽ തന്നെ അവൻ കമിഴ്ന്നു. കറക്റ്റ് സമയങ്ങളിൽ തന്നെ അവൻ ഇരുന്നു, കറക്റ്റ് സമയങ്ങളിൽ തന്നെ അവൻ ഓടി നടക്കും. 10 മാസമായപ്പോൾ അവൻ പിച്ച വെച്ച് നടക്കലില്ല, അവൻ എൻ്റെ സഹായമില്ല, ഒന്നിൽ പിടിക്കേണ്ട ഓടി നടക്കും അവൻ. അങ്ങനെ ദൈവം അവനെ വളർത്തി തന്നു. അവന് പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്, പ്രാർത്ഥനയുടെ ഒരു റിസൾട്ടാണ് അവൻ. ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ദാനമാണ്. ഞങ്ങൾക്ക് അറിയില്ല എനിക്കിപ്പോഴും ഞങ്ങളുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ ജീവിതം. എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ നടത്തുന്നു, എൻ്റെ കർത്താവ് പറഞ്ഞു തരുന്ന വഴികളിൽ കൂടി ഞങ്ങൾ നടക്കുന്നു എന്നല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിങ്ങനെ ഓരോ ആക്ഷൻസും വളരെ വേഗത്തിലാകുമ്പോൾ ഞാൻ ഓരോ തവണ ദൈവത്തിനെ സ്തുതിക്കും. പക്ഷെ ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് 2 വയസ്സായിട്ടുണ്ട്. ഈ സമയത്ത് അവൻ സംസാരിക്കില്ല, അവൻ്റെ സംസാരം തെളിഞ്ഞു വരില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവൻ ഈ 2 വയസ്സിൽ അവൻ അനേകം പാട്ട് പാടും, ദൈവവചനമൊക്കെ അവൻ പറയും. ചില വചനങ്ങൾ അവൻ പറയുന്ന കേൾക്കുമ്പോൾ ദൈവമേ സ്തോത്രം, സംസാരിക്കില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത്
അതിനകത്താണല്ലോ അപ്പച്ച അങ്ങയുടെ വചനം എൻ്റെ കുഞ്ഞ് പറയുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവ പൈതലാണ് അവൻ. ദൈവം അവനെ അനുഗ്രഹമായി തന്നെ മുന്നോട്ട് നടത്തുന്നു. ഞങ്ങൾ അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ബന്ധുക്കളൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഞങ്ങളോടൊപ്പം അത്രത്തോളം സ്നേഹത്തിലല്ല അവരാരും. ഈ ഒരു വിശ്വാസത്തിലോട്ട് കടന്നു വന്നപ്പോഴേക്കും ഉള്ളൊരു മാനസിക സംഘർഷവും ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട്. എന്നിട്ടും ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആരോടും പ്രയാസമോ പരിഭവമില്ല. കാരണം ഇതൊന്നും ഞങ്ങളോട് കാണിക്കുന്നത് അവരല്ല, അവരിൽ കൂടി പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് വചനം പറയുന്നത് പോലെ ദൈവത്തെ അറിയാൻ ഒരു മുഖാന്തരം ഇതിൽ കൂടി അവർക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ഇടയാകരുതേ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ അവരെയും കൂട്ടിച്ചേർത്ത് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ സഹകരിക്കാൻ എന്നുള്ളതിനപ്പുറം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം എന്നൊരു പ്രത്യാശ നമുക്കുണ്ടല്ലോ. ആ ഒരു നിത്യതയിൽ അവരെയും കൂടി ചേർക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ മിനിസ്ട്രിയിൽ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ പാസ്റ്ററാണ്. അദ്ദേഹം സുവിശേഷ വേലയിലാണ്. ഞങ്ങളെ ഇത്രത്തോളം നടത്തിയ ദൈവം മേലാലും ഞങ്ങളെ നടത്തും എന്നൊരു ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കരങ്ങളിലൊന്നുമില്ല, ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനമില്ല, ഞങ്ങൾക്ക് എടുത്തു പറയാൻ ഒന്നുമില്ല. ഡെയിലി ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുമ്പോഴും ഞങ്ങളുടെ ഈ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ ഇതിലൊക്കെ നടക്കുന്നേ, ഇതൊക്കെ വിട്ടെറിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു ഉറപ്പുണ്ട്. നിനക്കൊന്നുമില്ല എന്ന് മറ്റുള്ളവർ പറയുന്നതിലല്ല കാര്യം. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളതുപോലെ ഉരുവാക്കാൻ കഴിയുന്ന ഒരു ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. മറ്റൊന്നുമില്ലെങ്കിലും ഞങ്ങൾക്കത് ആവശ്യമില്ല. അസാധ്യമെന്ന് ലോകം വിധി എഴുതുന്നിടത്ത് അത് സാധ്യമെന്ന് പറയാൻ എൻ്റെ അപ്പച്ചൻ കൂടെയുണ്ട്. എനിക്ക് ഉറപ്പുള്ളൊരു വിഷയം അതാണ്, നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നമ്മൾ ഒരു വിഷയത്തെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയുടെ കാഠിന്യത്തെ ഓർത്ത് നമ്മൾ നിരാശപ്പെട്ട് കരഞ്ഞ് തളർന്നൊരിടത്ത് ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവമക്കൾ എന്താ ചെയ്യുന്നത്? ആ വിഷയത്തിന്റെ അതേ കാഠിന്യത്തെ സ്വർഗത്തിലോട്ട് ഏൽപ്പിക്കും. സ്വർഗത്തിന്റെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ മൗനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് നമുക്ക് അവിടെ നിന്ന് തരും. ആ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം അതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ പറയാ, ഇത്ര നേരവും ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കാനൊക്കെ ദൈവം എനിക്കൊരു അനുവാദം ദൈവം തന്നു. ഞാനിങ്ങനെ ഞങ്ങൾ സുവിശേഷത്തിനൊക്കെ പുറത്തു പോകുമ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇഴഞ്ഞു പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ വീൽ ചെയറിൽ പുറത്തോട്ട് ചെന്ന് ഓരോരുത്തരോട് സുവിശേഷം പറയാനൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലാറുണ്ട്. അപ്പോൾ എനിക്കൊരു വീൽ ചെയർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചെറിയൊരു കംപ്ലൈന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ വീൽ ചെയറിന്റെ അഭാവമുണ്ട്. അതുകൊണ്ട് മഴ സമയത്തും ഒക്കെ പുറത്തോട്ട് പോയി സഞ്ചരിച്ച് പറയാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ബുദ്ധിമുട്ടുകളെ എക്സ്ക്യൂസ് ആക്കി ഇരുന്ന വീട്ടിലിരിക്കാനേ പറ്റും. നമുക്ക് ദൈവവചനം അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷം പലരിൽ എത്തിക്കാൻ നമുക്ക് കഴിയില്ല. കിട്ടുന്ന സാഹചര്യങ്ങൾ പോലെ ഇവ എഴഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ എഴഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ചെല്ലുകയും കടന്നു ചെന്ന് ചർച്ചകളിലും ഞങ്ങൾ കാണുന്നിടത്തും ഞങ്ങൾ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തൊക്കെ ചെന്ന് ട്രാക്ട് കൊടുക്കുവാനും സുവിശേഷം പറയുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഒരു ഭാഗ്യം തന്നു. ദൈവദാസനോടൊപ്പം കടന്നു ചെല്ലാനൊക്കെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ആയിരിക്കുന്നു ഞങ്ങൾ ജീവിതത്തിൽ. വീൽ ചെയർ കേടായി പോയെന്ന് പറഞ്ഞു, ഇതുവരെ ശരിയാക്കിയോ? ഇല്ല ആന്റി, വീൽ ചെയർ കേടായത് ശരിയാക്കാൻ കഴിഞ്ഞില്ല. അത് വാങ്ങാൻ ഇച്ചിരി പൈസ കൂടുതലുണ്ട്. അപ്പോൾ അത് പുതിയത് വാങ്ങുക എന്നുള്ളതാണ്. അത്രയ്ക്കും അത് ആദ്യത്തത് മോശമായി. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. വീൽ ചെയറിലൂടെ ആയിരുന്നല്ലോ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ. നിങ്ങളുടെ മിനിസ്ട്രി എങ്ങനെയാണ്? പരസ്യയോഗം നടത്താൻ പോകുമായിരുന്നു? പരസ്യയോഗം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ചർച്ച് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. പിന്നെ മുസ്ലിംസിന്റെ ഇടയിൽ ഞങ്ങൾ സുവിശേഷമായിട്ട് അവർക്കിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവം അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ട്. ദൈവം തന്ന കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഞങ്ങൾ ദൈവവചനം ദൈവനാമം പലരിലും എത്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം അസീനായെ ശ്രദ്ധിക്കുകയും അസീനായ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആ പ്രിയ കർത്താവിന്റെ ദാസൻ റോയി ശാമുവേല് കാണാൻ കഴിയുമോ? ഉറപ്പായിട്ടും ആന്റി. വന്ദനം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രിയപ്പെട്ടവളുമായിട്ട് ഇങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് നിൽക്കാനും ദൈവവചനം പറയാനൊക്കെ ദൈവം ഒരു ഭാഗ്യം തന്നു. ഞങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വലുതാണ്. പ്രിയപ്പെട്ടവൾ പറഞ്ഞതുപോലെ
പലവിധ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ ഫേസ് ചെയ്ത് പോയവരാണ്. പക്ഷെ ഞങ്ങളുടെ ദൈവം അതിൽ നിന്നൊക്കെ ഭയങ്കരമായ മാറ്റങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. ഇപ്പോഴും ഞങ്ങൾ അതിശയകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ വലിയ കര ഞങ്ങളോടൊപ്പം ഉണ്ട്. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ പുറത്തു വരുന്നത് വരെയുള്ള പ്രശ്നങ്ങൾ വലുതായിരുന്നു. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവം ഒരാളെ പുറത്തു കൊണ്ടുവന്നാൽ അവരെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ മാനിക്കണം എന്നുള്ളത് ഞങ്ങളിലൂടെ ദൈവം തെളിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ അവസ്ഥകളിൽ ഞങ്ങൾ നടത്തുന്നു. ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയിലാണ്. അതുപോലെ പ്രിയപ്പെട്ടവൾ പറഞ്ഞതുപോലെ ഞങ്ങൾ രഹസ്യത്തിൽ സുവിശേഷ വേലയിലായിരിക്കുന്നു. പിന്നെ പരസ്യയോഗങ്ങളും ഒക്കെ ഞങ്ങളിങ്ങനെ ചെയ്യുന്നു. ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ടീമിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നു. ദൈവകൃപയാൽ വളരെ അനുഗ്രഹമായി, വളരെ അതിശയകരമായി തന്നെ ദൈവം മുന്നോട്ട് നയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അഭിഷക്തി ദാസ് പറഞ്ഞതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലൊരു ചലഞ്ചായിരിക്കട്ടെ. കാരണം അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ ഒരു വ്യക്തിയെ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ഒരു തെളിവാണ് എൻ്റെ ഭാര്യ. ഞാനൊരു സുവിശേഷകനായിരുന്നിട്ടും ഞാനിങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുത്തു എന്നുള്ളത് പലർക്കും ഒരു ചോദ്യചിഹ്നമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അതിനെ നിവർത്തി ഒരു ആശ്ചര്യചിഹ്നമാക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇന്ന് ഞങ്ങളൊരു ആശ്ചര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്നും ദൈവം അത്ഭുതവാനാണ്. കാനായിലെ കല്യാണത്തിന് ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാചകമുണ്ട്, അടയാളങ്ങളുടെ ആരംഭം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഒരിടത്തും യേശുവിന്റെ ശിഷ്യന്മാരോ അതിൻ്റെ അവസാനം, അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ അവസാനം എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ആരംഭിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ നമ്മളിലൂടെ ഇപ്പോഴും അതിൻ്റെ കണ്ടിന്യൂഷൻ നടക്കുന്നുണ്ട്. ദൈവം ഞങ്ങളെയും കുടുംബമായി ജയോത്സവമായി നടത്തുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പ്ലാറ്റ്ഫോം തന്നതിലും ഞങ്ങൾക്കൊരവസരം തന്നതിലും നന്ദി. ഹൃദയംഗമായി ഞങ്ങൾ കുടുംബമായി നന്ദി പറയും. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ദേവദാസിനെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ കർത്താവിൻ്റെ ദാസിയെ കൊണ്ടു നടക്കാനും സ്നേഹിപ്പാനും സുവിശേഷത്തിൽ അനേകരി പറഞ്ഞ പോലെ ചോദ്യ ചിഹ്നമായി തീരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അതിന് മനസ്സ് വയ്ക്കാനും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവദാസനെ ഉപയോഗിക്കുന്നതിലും അനേക യൗവനക്കാർക്ക് കർത്താവിൻ്റെ ദാസിനൊരു മാതൃകയും ഒരു അനുഗ്രഹവുമായി തീരട്ടെ. ഒരു എൻകറേജ്, അനേകർക്കൊരു പ്രോത്സാഹനം ആയി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. വീൽ ചെയറിൻ്റേതായ അതൊരു ശരിയാക്കാനുള്ള ഫൈനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഞാൻ അസീനായുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. കർത്താവ് തക്ക സമയത്ത് എല്ലാ വിഷയങ്ങളും നടത്തിത്തരും. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവദാസൻ പറഞ്ഞതുപോലെ അവൻ അത്ഭുതങ്ങളുടെ ആരംഭം ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തിത്തരും. ദേവദാസിയുടെയും കൂടെ കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തവും മനോഹരമായിരിക്കും നല്ല ദിവസത്തിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ജോയ്സ് TV എന്ന് പറയുന്ന അനുഗ്രഹീത പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് കുടുംബമായി അങ്ങയുടെ മുൻപിലായിരിക്കാൻ ദൈവം എന്ന വലിയ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. പിതാവേ, പ്രിയ ബലപ്പെട്ട അഭിഷേക ദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. ദാസിയെ കൊടുത്ത വലിയൊരു കാഴ്ചപ്പാടാണല്ലോ സുവിശേഷത്തിന് വേണ്ടി ഇങ്ങനെയും ഈ പ്ലാറ്റ്ഫോമിലൂടെയും ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി കർത്താവെ ദൈവം കൊടുത്ത വലിയ ദർശനത്തിനായി കാഴ്ചപ്പാടിനായി നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ശബ്ദത്തിലൂടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവെ ആരൊക്കെ ഹൃദയങ്ങളിലേക്ക് ദൈവവചനം എത്തുന്നോ അവരെല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഒരു സ്പർശനം, ദൈവത്തിൻ്റെ ഒരു കരുതൽ, ദൈവത്തിൻ്റെ ഒരു വിടുതൽ, ഒരു രക്ഷയുടെ അനുഭവം ഉണ്ടാകാൻ ഈ പ്ലാറ്റ്ഫോമിനെ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തിൻ്റെ അഭിഷക്ത ദാസിയുമായി ഈ പ്ലാറ്റ്ഫോമിലായിരുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിലൊരു അനുഗ്രഹമാകട്ടെ. പലർക്കും
പലർക്കും ഞങ്ങളൊരു അത്ഭുതമായി മാറാൻ ദൈവം ഞങ്ങൾ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അനേകർ ദൈവശബ്ദം കേൾക്കട്ടെ, അനേകർ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ കൈമാറട്ടെ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം ഈ പ്ലാറ്റ്ഫോമിലൂടെ ചലിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള ശ്രേഷ്ഠ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസനെ നന്ദിയുണ്ട്. Praise. കർത്താവ് സഹായിക്കട്ടെ.